ഗുഡ് ഈവനിങ്. നമുക്ക് ഫീൽഡ് വർക്ക് സ്കിൽസ് ആൻഡ് ടെക്നിക്കിന്റെ ബ്ലോക്ക് 2 ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായേ. അതിന്റെ യൂണിറ്റ് 2 ആൻഡ് 3, യൂണിറ്റ് 2യുടെ ഹാഫും ബാക്കി യൂണിറ്റ് 3 ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുക. ഞാൻ അണിമ, STOUയുടെ എക്സ്റ്റേണൽ അക്കാഡമിക് കൗൺസിലർ ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ക്ലിയർ അല്ലേ? വേറെ ടെക്നിക്കൽ ഇഷ്യൂ ഒന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഓൾറെഡി ഫീൽഡ് വർക്കിന്റെ യൂണിറ്റ് 1 കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലോക്ക് 1 കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലോക്ക് 2 നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് യൂണിറ്റ് നമ്മൾ കുറച്ച് പാർട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാലൻസ് ബാക്കി പാർട്ടും ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റെക്കോർഡ്സ്, നമ്മളെ കയ്യിലുള്ള സാധനത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ ഒരു റിപ്പോർട്ടിലേക്ക് പോകും എന്നതായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് വേണ്ടുന്ന ഒബ്സർവേഷൻ സ്കിൽ എന്തൊക്കെയാണ്, എന്തൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യണം, നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതായത് നോട്ട് ടേക്കിംഗ് ഉണ്ട്, അതുപോലെ വീഡിയോഗ്രാഫി, ഓഡിയോഗ്രാഫി ഉണ്ട്, ഇല്ലുസ്ട്രേഷൻസ്, ഡ്രോയിങ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെയുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതുപോലെ എലമെന്റ്സ്, ഒരു ഒബ്സർവേഷണൽ ഡോക്യുമെന്റേഷന്റെ എലമെന്റ്സ് എന്തൊക്കെയായിട്ടാണ് വരുന്നത്, അതിന്റെ ഫിസിക്കൽ എൻവയൺമെന്റ്, മെറ്റീരിയൽ, കൾച്ചർ ആൻഡ് ഒബ്ജക്ട്സ് വരുന്നുണ്ട്, ലാംഗ്വേജ്, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, അതുപോലെ തന്നെ സ്വഭാവത്തിന്റെ ഒരു സൈക്കിൾ എങ്ങനെ നമ്മൾ നോട്ട് ചെയ്യും, സീക്വൻസ് ഓഫ് ഇവന്റ്സ് നമ്മൾ എങ്ങനെ നോട്ട് ചെയ്യുന്നു, എങ്ങനെ എക്സ്പ്രസീവ് ബോഡി ലാംഗ്വേജ് നമ്മൾ നോട്ട് ചെയ്യണം. ഇത്രയായിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് സാമ്പിളിംഗ് ഇൻ ഒബ്സർവേഷണൽ റിസർച്ച് ആണ്. എന്താണ് സാമ്പിളിംഗ്? ഒബ്സർവേഷണൽ റിസർച്ചിലെ സാമ്പിളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ സാമ്പിളിംഗ്, എന്താണ് സാമ്പിളിംഗ്? അതായത് നമ്മളൊരു റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ടാണ് ചെയ്യുക. ഒരു ലാർജർ പോപ്പുലേഷനെ നമുക്ക് റിസർച്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സെൻസസ് പോലുള്ള പ്രക്രിയയിൽ സർവേ മെത്തേഡൊക്കെ ഉപയോഗിച്ച് മാത്രമാണ് അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു നമ്മളുടെ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സാമ്പിളിനെ നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ആ സെലക്ഷൻ പ്രൊസീജിയറിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഒരു ലാർജർ പോപ്പുലേഷൻ, നമുക്ക് പഠനവിധേയമാക്കേണ്ട ലാർജർ പോപ്പുലേഷനിൽ നിന്ന് ഒരു സ്മോൾ ഗ്രൂപ്പിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ എന്ത് ചെയ്യും? റാൻഡം സാമ്പിളിംഗ് ആണ് പൊതുവെ യൂസ് ചെയ്യുക. നമ്മൾ പറഞ്ഞു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ക്വാണ്ടിറ്റിക്കായിരിക്കും പ്രാധാന്യം കൊടുക്കും, മാത്തമാറ്റിക്കൽ ഫൈൻഡിങ്സ് ആയിരിക്കും അതിൽ വരുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അതിന്റെ ക്വാളിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡാണ് ഉപയോഗിക്കുക. അതായത് ഒരു ഈക്വൽ റെപ്രസെന്റേഷൻ ഒക്കെ വരുന്ന ഒരു പ്രോബബിലിറ്റി സാമ്പിളിംഗ് നമ്മൾ അതിന് പറയും. അതിന് പറയുന്ന പേരാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയും. രണ്ട് തരത്തിലുള്ള സാമ്പിളിംഗ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും, പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവിൽ യൂസ് ചെയ്യുന്നു, ക്വാളിറ്റേറ്റീവിൽ നമ്മൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ചാൻസ് ഓഫ് ഓക്കറൻസ് ആണ്. നമ്മൾ 10 പേരുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിക്കും എന്ത് ചെയ്യാം? ചാൻസ്, നമ്മൾ ഡാറ്റയായി മാറാനുള്ള ചാൻസ് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ എന്താ? പ്രത്യേകിച്ച് നമ്മൾ ഒബ്സർവേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 10 ആളെ നിന്ന് നമുക്ക് ലോട്ട് ഇട്ടിട്ട് ഒരു 5 പേരെയോ അങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലെ? ക്വാണ്ടിറ്റേറ്റീവിൽ എന്താ? നമ്മൾ 10 പേരെടുക്കുന്ന ഡാറ്റ കളക്ട് ചെയ്ത 10 പേരെടുക്കുന്നു, നമുക്ക് ഒരേപോലെ ഇൻ ദ സെൻസ് അവർ നമുക്ക് തരുന്ന റിപ്ലൈ നമുക്ക് ആവശ്യമുള്ള റിപ്ലൈ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവും നമുക്ക്. അതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് കൊണ്ട് നമ്മൾ അവരെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ക്വാളിറ്റേറ്റീവിലേക്ക് വരുമ്പം, പ്രത്യേകിച്ച് നമ്മൾ നിരീക്ഷണം ഒക്കെ ഉപയോഗിക്കുമ്പം നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അതായത് പേർപ്പസ്ഫുൾ സാമ്പിളിംഗ്. അതായത് പേർപ്പസ്ഫുൾ സാമ്പിളിംഗ് എന്ന് വെച്ചാൽ നമ്മളുടെ, അതായത് റിസർച്ചർ ഏത് ടോപ്പിക് ആണോ സെലക്ട് ചെയ്യുന്നത്, ഏത് ഏരിയ ആണോ റിസർച്ച് ചെയ്യുന്നത്, സിറ്റുവേഷൻ അനുസരിച്ച് ഇന്റൻഷനലി നമ്മൾ മനഃപൂർവ്വം നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഉള്ള ഡാറ്റയെ സെലക്ട് ചെയ്യുന്നു. അതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. സാമ്പിളിങ്ങിന്റെ ബേസ് ക്ലിയർ ആണോ?
ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ ഒബ്സർവേഷണൽ റിസർച്ചിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആണ്. കാരണം ഒരു റിസർച്ചർ നമുക്ക് ഒരു പുതിയ ഇൻഫർമേഷൻ കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പാറ്റേൺ, ഒരു ഡാറ്റ എമേർജ് ചെയ്ത് വരുന്നവരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഫ്ലെക്സിബിൾ ആയിട്ട് ഡാറ്റ കളക്ഷൻസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു ഏത് പഠനമായാലും നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് എന്ത് വേണം? പുതിയ ഇൻഫർമേഷൻ ഒന്നും കിട്ടുന്നില്ല. അതായത് നമ്മളിപ്പോൾ ഡാറ്റ ഫ്ലെക്സിബിൾ ആണെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ റിസർച്ചർ ഉറപ്പ് വരുത്തണം നമുക്ക് പുതിയ ഇൻഫർമേഷൻ ഒന്നും ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, എമേർജ് ചെയ്ത് വരുന്നില്ല എന്ന് ഉറപ്പിക്കുന്ന ഒരു പോയിന്റിലാണ് നമ്മൾ ഡാറ്റ കളക്ഷൻ പ്രൊസീജിയർ നിർത്തുന്നത്. അപ്പൊ ആ പോയിന്റിനെയാണ് നമ്മൾ ഡാറ്റ സാച്ചുറേഷൻ എന്ന് പറയുന്നത്. സാച്ചുറേഷൻ പോയിന്റ് ഏറ്റവും മാക്സിമം ആ ഒരു ലിമിറ്റ് എത്തി എന്ന് കാണിക്കുന്ന ഒരു പോയിന്റ്. നമുക്ക് ഇനി കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും ഡാറ്റകളിൽ നിന്ന് കിട്ടില്ല. അപ്പൊ ആ ഒരു പോയിന്റ് നമ്മൾ ഡാറ്റ സാച്ചുറേഷൻ എന്ന് പറയുന്നതെന്ന് കൂടെ ഓർക്കുക. അപ്പൊ നമ്മൾ ഏത് പഠനം തുടങ്ങുന്നതിന് മുമ്പേയും നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. അപ്പൊ നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്, ആരെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അവരുടെ ഏത് ബിഹേവിയർസ് ആണ് നമ്മൾ നോക്കേണ്ടത്, എന്ത് റിസർച്ച് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ കണ്ടെത്താൻ വേണ്ടി നോക്കുന്നത്. അപ്പൊ നമ്മൾ പല റിസർച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. റിസർച്ച് ക്വസ്റ്റ്യൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റിസർച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ആൻസർ ആയിരിക്കും കണ്ടെത്താൻ വേണ്ടി പോകുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഏത് റിസർച്ചിലും ശ്രദ്ധിക്കണം. യെസ് മാം, തുടങ്ങി. ഒരു 5 മിനിറ്റായി നമ്മൾ തുടങ്ങിയിട്ട്. നമ്മൾ സാമ്പിളിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. സെക്കൻഡ് ബ്ലോക്കില് യൂണിറ്റ് 2 ഇന്നലെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തതിന്റെ ബാക്കി സാമ്പിളിംഗ് ഇൻ ഒബ്സർവേഷണൽ റിസർച്ച് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒന്ന് ജസ്റ്റ് സമ്മപ്പ് ചെയ്ത് ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ, സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരു ലാർജർ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ ഒരു ഗ്രൂപ്പ്, നമ്മളെ റിസർച്ചിന് ആവശ്യമായ ഒരു റെപ്രസെന്റേറ്റീവ് ഗ്രൂപ്പിന്, സ്മോളർ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രോബബിലിറ്റി സാമ്പിളിംഗ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ചാൻസ് ഓഫ് ഓക്കറൻസ് ആണ്. നമ്മളെ ഡാറ്റ ആവാൻ 10 പേരുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിക്കും നമ്മളെ ഡാറ്റ ആവാനുള്ള ഈക്വൽ ചാൻസ്, നമ്മുടെ ഡാറ്റേന്റെ മുകളിൽ നമ്മൾക്ക് ഇന്നാളെ ഡാറ്റ കളക്ട് ചെയ്യുന്നു അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല, ഈക്വൽ ചാൻസ് ഓഫ് ഓക്കറൻസ് ആണ്. അത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണ് അപ്ലൈ ചെയ്യുക. ക്വാളിറ്റേറ്റീവിലേക്ക് വരുവാണെങ്കിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്, അതായത് പേർപ്പസ്ഫുൾ സാമ്പിളിംഗ്. നമ്മളെ ആവശ്യാനുസരണം നമുക്ക് ഡാറ്റ ലഭ്യമാകും എന്ന് തോന്നുന്ന വ്യക്തികളിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ സംഭവങ്ങളിൽ നിന്നായിരിക്കും നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. ഇത്രയായിരുന്നു നമ്മൾ. പിന്നെ നമ്മൾ പറഞ്ഞു ഏത് റിസർച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എന്ത് ബിഹേവിയേഴ്സ് ആണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് മുതലായ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം. പിന്നെ നമ്മൾ നോക്കാൻ വേണ്ടി ഇപ്പോൾ ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്സ് ഇൻ ഒബ്സർവേഷൻ. നമ്മളൊരു നിരീക്ഷണം എന്നുള്ളൊരു മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഒബ്സർവേഷൻ എന്നുള്ളൊരു പ്രൊസീജിയറിലൂടെ മെത്തേഡിലൂടെ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ആണ് അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്താണ് കാഷ്വൽ ഓർ അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. കാഷ്വൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു സ്ട്രക്ചേർഡ് ഒന്നും അല്ലാതെ, നമ്മൾ പ്ലാൻഡ് ഒന്നും അല്ലാത്ത രീതിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കാഷ്വൽ ഓർ അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു സൂ കാണാൻ പോയി, നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സൂവിൽ ഒബ്സർവ് ചെയ്യും. ചിലവർക്ക് ഇപ്പോൾ ടൈഗറിനെ കാണാനാണ് ഇഷ്ടം, ചിലർക്ക് റൈനോസേഴ്സിനെ കാണാം. അപ്പോൾ എന്താണോ നമ്മൾക്ക് ഇൻട്രസ്റ്റിംഗ് അതിനെ ആയിരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അതിലൊരു ഫിക്സഡ് പ്ലാൻ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യും അല്ലെ, സിമ്പിൾ നോട്ട്സ്. നമുക്ക് എന്താണോ ഇമ്പോർട്ടൻറ്റ് അത് നമ്മൾ നോട്ട് ചെയ്യും. പബ്ലിക് പാർക്കിൽ നമ്മൾ പോവുക, കുട്ടികൾ കളിക്കുന്നുണ്ടാവും, കുറെ ആൾക്കാർ നടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണോ താല്പര്യം അതായിരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ റെയർ ആയിട്ടും അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ബിഹേവിയർ ഒക്കെ നമുക്ക് ഇതിൽ നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്മളൊന്നും ഫിക്സ് ചെയ്യുന്നില്ല, എന്തുമാത്രം ഒബ്സർവ് ചെയ്യണം, എന്തൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം, അങ്ങനെ ഒരു പ്ലാനിങ് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറ്റും, നമുക്ക് ഒരു ഫിക്സഡ് ഇതില്ലാത്തതുകൊണ്ട് പ്രതീക്ഷിക്കാത്ത പല ബിഹേവിയേഴ്സും നമുക്ക് ഈ മെത്തേഡിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്താന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ
റുട്ടീൻ ആയിട്ടുള്ള അവരുടെ ആക്ഷൻസ് ചിലപ്പോൾ നമുക്ക് മിസ് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട്. കാരണം നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മളെ ആകർഷിക്കുന്ന കാര്യങ്ങളിലേക്ക് മാത്രമായിരിക്കും നമ്മളെ ശ്രദ്ധ. ചിലപ്പോൾ അതിനപ്പുറത്ത് നടക്കുന്ന ഒരു ഇന്ററാക്ഷൻസ് ഒക്കെ നമുക്ക് മിസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തത് ബിഹേവിയർ സാമ്പിളിംഗ്. ഒന്ന് കാഷ്വൽ ഓർ അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ, രണ്ട് ബിഹേവിയറൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. എന്താണ് ബിഹേവിയറൽ സാമ്പിളിംഗ്? ഈ ഒരു ടൈപ്പ് ഓഫ് സാമ്പിളിങ്ങിൽ നമ്മൾ മൊത്തം എൻറ്റയർ ഗ്രൂപ്പിനെ അങ്ങ് ഒബ്സർവ് ചെയ്യും, എന്നിട്ട് റെക്കോർഡ് ചെയ്യും ഓരോ സമയത്തും അവരുടെ ഓരോ സ്പെസിഫിക് ബിഹേവിയർ, ആരാ ഇത് ചെയ്തു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, നോട്ട് ചെയ്യും. ഇവിടെ നമ്മൾ അവരുടെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേകതരം ബിഹേവിയറും നമ്മൾ നോട്ട് ചെയ്ത് വെക്കും എന്നുള്ളതാണ്. ആരത് ചെയ്തു, ഏത് സിറ്റുവേഷനിൽ അത് ചെയ്തു മുതലായ ബിഹേവിയർ, സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലാസ് റൂം സെറ്റിംഗ്സിലാണെങ്കിൽ നമ്മൾ ഓരോ സ്റ്റുഡൻസും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും അവരിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആ ഒരു ബിഹേവിയർ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നോട്ട് ചെയ്ത് വെക്കും. ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റഡി ആണെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റും വളരെ റെയർ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒക്കെ നമുക്ക് അതിലൂടെ മിസ്സാവാതെ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഡിസഡ്വാൻറ്റേജ്, നമ്മൾ വളരെ ഫോക്കസ് ആയിരിക്കണം അല്ലെ. നമ്മൾ ഒരു പെർട്ടിക്കുലർ ആക്ഷന് വേണ്ടി നമ്മൾ അല്ലെങ്കിൽ ഒരു വ്യക്തിനെ മാത്രം നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത ബിഹേവിയർ ആണ്. അപ്പൊ അത്രയും നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ഒരു വ്യക്തിനെ മാത്രം നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടൊക്കെ നമ്മൾ ആ ഒരു ഒബ്സർവേഷൻ ഒരു പോയിന്റിലേക്ക് മാത്രം ലിമിറ്റ് ചെയ്തു പോകും. മറ്റുള്ള ആക്ഷൻസും മറ്റുള്ള പ്രവൃത്തികളൊക്കെ നമ്മൾ മേ ബി മിസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് ബിഹേവിയർ സാമ്പിൾ. മൂന്നാമത്തത് കണ്ടിന്യൂസ് റെക്കോർഡിംഗ്. എന്താണ് കണ്ടിന്യൂസ് റെക്കോർഡിംഗ്? ഈ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാം നമ്മൾ കണ്ടിന്യൂസ് തുടർച്ചയായി അങ്ങ് റെക്കോർഡ് ചെയ്ത് വെക്കുവാണ്. എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഓരോ സംഭവവും എത്ര ഫ്രീക്വൻസിയിൽ നടക്കുന്നു, എത്ര ഡ്യൂറേഷനിലൂടെ ഇതേ ബിഹേവിയർ ഫോം ചെയ്യുന്നു, എത്ര ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് വരാൻ എത്ര ടൈം എടുക്കുന്നു, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഹോസ്പിറ്റലിന്റെ ഒരു പേഷ്യന്റ് ആ ഒരു പഠനം നടത്തുവാണ്, നമ്മൾ വെയിറ്റ് ചെയ്യുന്ന എത്രത്തോളം പേഷ്യന്റ് എത്രത്തോളം ടൈം അവർ വെയിറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് തുടർച്ചയായി റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നമുക്ക് തരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പഠിക്കുവാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പേഷ്യൻസ് ഓൺ ആൻ ആവറേജ് ഇത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നുള്ളൊരു ഒബ്സർവേഷൻ നമുക്ക്, ആ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. ഡിസഡ്വാൻറ്റേജ് എന്താ, ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണല്ലേ. 100% നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ സപ്പോർട്ടിന്റെ ഒരു സഹായത്തോടെ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അടുത്തത് ഫോക്കൽ സാമ്പിളിംഗ്. എന്താണ് ഈ ഫോക്കൽ സാമ്പിളിംഗ്? ഫോക്കൽ സാമ്പിളിംഗ് മീൻസ് ആ ഒരു ഫോക്കൽ എന്നുള്ള വാക്കിൽ നിന്ന് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഒരു പേഴ്സണിനെ, ഒരു വ്യക്തിനെ നമ്മൾ ആ വ്യക്തിയുടെ എല്ലാ ബിഹേവിയറും ഒബ്സർവ് ചെയ്യുന്ന തരത്തിൽ ഫോക്കസ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ ടൈം പീരിയഡിനുള്ളിൽ, ആ സെറ്റ് ഓഫ് ടൈമിന്റെ ഉള്ളിൽ നമ്മൾ ഒരു വ്യക്തിനെ തന്നെ ഫോക്കസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഒബ്സർവേഷണൽ സാമ്പിളിംഗ് ആണ് എന്ത്, ഫോക്കൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോക്കൽ സാമ്പിളിംഗിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഫോക്കൽ സാമ്പിളിംഗിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ഷോപ്പ് കീപ്പറിന്, ഒരു കച്ചവടക്കാരനെ നമ്മൾ വാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. 15 മിനിറ്റേക്ക് നമ്മൾ വാച്ച് ചെയ്യുന്നു. ഇത് നമ്മൾ നോട്ട് ചെയ്യാണ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്, പേയ്മെന്റ് മെത്തേഡ് എങ്ങനെയാണ്, റീസ്റ്റോക്ക് എങ്ങനെയാണ് അവരൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഓരോ ഒബ്സർവേഷനും ഈ ഒരു ഫോക്കസ് പേഴ്സണെ വെച്ചിട്ടാണ്. അപ്പൊ അത് വളരെ ആഴത്തില് ആ വ്യക്തിയുടെ ആക്ഷൻസിനെ മനസ്സിലാക്കാൻ സഹായിക്കും. പക്ഷെ അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഒറ്റൊരു സെഷനിൽ ഒരു 15 മിനിറ്റത്തെ ഒബ്സർവേഷനോടുകൂടി നമ്മൾക്ക് ആ വ്യക്തിയുടെ ഗ്രൂപ്പ് ഇന്ററാക്ഷനെ മൊത്തത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. ഒരു മൾട്ടിപ്പിൾ സെഷൻസ് ആവശ്യമായിരിക്കും. ഒറ്റ ഒരു സ്ട്രെച്ചിൽ നമുക്കത് പറ്റണം എന്നില്ല. അടുത്തത് ഇൻസ്റ്റന്റേനിയസ് സാമ്പിളിംഗ്. എന്താണ് ഇൻസ്റ്റന്റേനിയസ് സാമ്പിളിംഗ്? നമ്മൾ ഒബ്സർവേഷനെ ഷോർട്ട് ഇന്റർവെൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ അതിനെ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും, എന്താണ് നടക്കുന്നത് എന്നുള്ളത്. ഓരോ സ്പെസിഫിക് പോയിന്റിലും നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഓരോ 5 മിനിറ്റിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. ഓരോ ചൈൽഡ്, ഒരു പ്രീ സ്കൂൾ ചൈൽഡ് ആണെങ്കിൽ ഓരോ 5 മിനിറ്റിലും ആ കുട്ടി എന്ത് ചെയ്യുന്നു നമ്മൾ ഒബ്സർവ് ചെയ്ത് റെക്കോർഡ് ചെയ്യാണ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്. ഒരു 5 മിനിറ്റിൽ ഒരു കുട്ടീനെ ഒബ്സർവ് ചെയ്താൽ മതി അല്ലെ.
ഒരു റുട്ടീൻ ആയിട്ടുള്ള ആക്ഷൻസ് ഇപ്പോൾ സ്കൂളിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എങ്ങനെ ഒരു പ്രീ സ്കൂളിൽ ഒരു കുട്ടി ബിഹേവ് ചെയ്യുന്നു എന്ന് മനസ്സിലാണെങ്കിൽ ഓരോ 5 മിനിറ്റിൽ നമുക്ക് ആ കുട്ടീനെ ഒബ്സർവ് ചെയ്താൽ സിമ്പിൾ ആയിട്ട് നമുക്കത് ഒബ്സർവ് ചെയ്യാം. അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ കുട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ബിഹേവിയർ ഉണ്ടാവും ഈ ഒരു നമ്മളൊരു സാമ്പിൾ പോയിന്റ് ടൈം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓരോ 5 മിനിറ്റിലും കുട്ടീനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നോർമലി കുട്ടി ഒരു ഉച്ച ടൈമാണ് ഉറങ്ങാറെങ്കിൽ നമ്മൾ ഒരു റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മേ ബി 11 മണിക്ക് ഉറങ്ങിയ കുട്ടിയുടെ റുട്ടീൻ ആക്ടിവിറ്റിയുടെ ബ്രേക്ക് ആയി. അപ്പൊ അങ്ങനെയുള്ള അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത ഇതിലുണ്ട്. പിന്നെ 1-0 സാമ്പിളിംഗ്. എന്താണ് ഈ 1-0 സാമ്പിളിംഗ്? അത് ഇൻസ്റ്റന്റേനിയസ് സാമ്പിളിങ്ങിനെ പോലെ തന്നെയാണ്. പക്ഷെ ഇതിലെന്ത് സംഭവിക്കുന്നു? റെക്കോർഡ് ചെയ്യുന്നതിന് പകരം എക്സാക്ട്ലി മൊമെന്റിൽ എന്താണോ നടക്കുന്നത് ആ ഒരു ബിഹേവിയർ ഏത് ടൈമാണോ നടക്കുന്നത് ആ ഒരു ഇന്റർവെൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതുപോലെ നോട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റർവെൽ ടൈമിൽ എന്തെങ്കിലും ബിഹേവിയർ ഹാപ്പൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടെ നമ്മൾ എന്ത് ചെയ്യും ഇതിൽ നോട്ട് ചെയ്ത് വെക്കും എന്നുള്ളതാണ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫ്രീക്വന്റ് ആയിട്ട് ഷോർട്ട് ബിഹേവിയേഴ്സ് ഒക്കെ നോക്കാൻ നല്ലതാണ്. ഷോർട്ട് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒക്കെ ഒബ്സർവ് ചെയ്യാൻ 1-0 സാമ്പിളിംഗ് വളരെ ഉപകാരപ്പെടും എന്നുള്ള പറയുന്നത്. അപ്പോൾ അതൊരു എസ് ഓർ നോ റിസൾട്ട് മാത്രമേ നമുക്ക് തരുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം. അപ്പോൾ ആ ഒരു ഇന്റർവെൽ ടൈമിൽ അവർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അത് മാത്രമാണ് നമ്മളതിൽ ഒബ്സർവ് ചെയ്യുന്നത്. ഒരു എസ് ഓർ നോ റിസൾട്ട് ആണ് മൊത്തം പീരീഡ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ആൻസർ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു സ്പോട്ടിൽ എന്ത് ബിഹേവ് ചെയ്യുന്നു എന്നുള്ള ഒരു ആൻസർ മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അടുത്തത് സ്കാൻ സാമ്പിളിംഗ്. എന്താണ് സ്കാൻ സാമ്പിളിംഗ്? സ്കാൻ സാമ്പിളിംഗ് എന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരു ഒബ്സർവ് ചെയ്യുന്നത് എൻറ്റയർ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യും ഇതിൽ ഒബ്സർവ് ചെയ്യാണ് ചെയ്യുന്നത്. എൻറ്റയർ ഗ്രൂപ്പിനെ ഒബ്സർവ് ചെയ്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഒരു ഫിക്സഡ് ടൈമിൽ ഇവർ എന്തൊക്കെയാ ചെയ്യുന്നത് ആ ഒരു ഫിക്സഡ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും ഇവരെ റെക്കോർഡ് ചെയ്യാണ്. സ്കാൻ ചെയ്യുക എന്നുള്ളത് ഓർമ്മിച്ച് സ്കാൻ സാമ്പിളിംഗ്. ഒരു ഫിക്സഡ് ടൈമിലും ഇവരെ നമ്മൾ എങ്ങനെ ഇവരെന്താണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്കാൻ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയണ ഒരു തൊഴിൽ സ്ഥലത്ത് ഓരോ 15 മിനിറ്റിലും നമ്മൾ നോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓരോ എംപ്ലോയി എന്താണ് ചെയ്യുന്നത്, ടൈപ്പ് ചെയ്യുന്നുണ്ടോ അല്ല വർത്താനം പറയാണോ ചെയ്യുന്നത്, ആ തരത്തിൽ അവർ ഭക്ഷണം കഴിക്കുവാണോ ചെയ്യുന്നത്. അപ്പോൾ ഓരോ 15 മിനിറ്റിലും ഇവരെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ ഒരു മൊത്തത്തിലൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിന്റെ ഒരു ബ്രോഡ് പിക്ചർ നമുക്ക് ഈ ഒരു സ്കാൻ സാമ്പിളിങ്ങിലൂടെ കിട്ടും. അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ 15 മിനിറ്റിലും അല്ലേ ഒബ്സർവ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇൻ ബിറ്റ്വീൻ അവര് ഏത് തരത്തിലാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മിസ്സാവും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു 7 ടൈപ്പ് ഓഫ് ഇത് നമ്മൾ ഓർമ്മിക്കുക. സാമ്പിളിങ്ങില് നമ്മൾ നിരീക്ഷണം എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. സാമ്പിളിംഗ് ഇൻ ജനറൽ 2 തരത്തിലുള്ള പ്രോബബിലിറ്റി നോൺ പ്രോബബിലിറ്റി. നമ്മൾ ഒബ്സർവേഷൻ എന്നുള്ള ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒബ്സർവേഷൻ മെത്തേഡിന്റെ പല തരത്തിലുള്ളത്. അതാണ് കാഷ്വൽ അല്ലെങ്കിൽ അൺസ്ട്രക്ചർഡ് നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലാണ്ട് ചെയ്യാം. ബിഹേവിയർ സാമ്പിളിംഗ് അതായത് നമ്മൾ പെർട്ടിക്കുലർ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുന്നു. കണ്ടിന്യൂസ് റെക്കോർഡിംഗ് തുടർച്ചയായി നമ്മൾ എന്ത് ചെയ്യുന്നു റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫോക്കൽ സാമ്പിളിംഗ് ഒരു ഫോക്കസ് വെച്ചിട്ട് ആ വ്യക്തിയുടെ ബിഹേവിയറിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ഇൻസ്റ്റന്റേനിയസ് സാമ്പിളിംഗ് നമ്മൾ ഒബ്സർവേഷനെ ഷോർട്ട് ഇന്റർവെൽ ആയിട്ട് ബ്രേക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് പോയിന്റിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. 1-0 സാമ്പിളിംഗ് അതും ഇൻസ്റ്റന്റേനിയസ് സാമ്പിളിംഗ് പോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് ഒരു എക്സാക്ട് മൊമെന്റ് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടൈം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. സ്കാൻ സാമ്പിളിംഗിലാണെങ്കിൽ നമ്മൾ എൻറ്റയർ ഗ്രൂപ്പിനെയാണ് ചെയ്യുന്നത്. അവരെ ഓരോ ടൈം പീരീഡിലും എന്ത് ചെയ്യുന്നു എന്നുള്ളത്. ഇത്ര ടൈപ്പ് ഓഫ് ഒബ്സർവേഷണൽ സാമ്പിളിംഗ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ ആണോ? മാം ഈ സാമ്പിളിങ്ങിന്റെ മീനിങ് എന്താണെന്ന് പറയാമോ? ഞാനത് തുടങ്ങിക്കഴിഞ്ഞല്ലേ കയറിയത്. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റിസർച്ച് നടത്തുമ്പം നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ടാണ് നടത്തും. അതായത് ഒരു പോപ്പുലേഷൻ നമുക്ക് ഉണ്ടാവും. ആ പോപ്പുലേഷന് മൊത്തം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിസർച്ച് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വളരെ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യും. ആ ഒരു സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹയർ സെക്കൻഡറി കുട്ടികളുടെ
എന്തെങ്കിലും ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഡ്രഗ് യൂസോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ വെച്ച് നമ്മൾ പഠിക്കും. അപ്പൊ നമ്മൾക്ക് നമ്മളെ പഠന ടൈം ലിമിറ്റഡ് ആയിരിക്കും, നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പം കേരള ഗവൺമെന്റ് ഇങ്ങനെ ഒരു പഠനം നടത്താൻ തീരുമാനിച്ചാൽ മേ ബി അവർ എന്ത് ചെയ്യണമെന്നില്ല, കേരളത്തിലെ മൊത്തം ഹയർ സെക്കൻഡറി സ്കൂളിലും അവർക്ക് പഠനം നടത്താൻ പറ്റണമെന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, ഈ മൊത്തം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് നമ്മളെ പോപ്പുലേഷൻ. ആ പോപ്പുലേഷനിൽ നിന്ന് ഈക്വൽ റെപ്രസെന്റേഷൻ വരുത്തുന്ന രീതിയിൽ അവരൊരു സാമ്പിളിനെ സെലക്ട് ചെയ്യും. ആ സാമ്പിൾ എന്ന് പറയുന്നത് ഈക്വൽ റെപ്രസെന്റേഷൻ ആയിരിക്കണം ഈ പോപ്പുലേഷന്റെ. ഫോർ എക്സാമ്പിൾ മേ ബി അവര് ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യും അല്ലേ? ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾ കേരളത്തിലെ മൊത്തമുള്ള ഒരു പഠനമാണെങ്കിൽ നമ്മളിപ്പോ ചിലപ്പോൾ നോർത്ത് കേരള, സൗത്ത്, മിഡിൽ, സെൻട്രൽ കേരള, അപ്പൊ അങ്ങനെ 3 എടുക്കും. ആ 3-ൽ നിന്ന് ഏറ്റവും നോർത്ത് കേരള, സൗത്ത് കേരള അവിടെയുള്ള ചില സ്കൂളുകളാണ് എടുക്കുന്നത്. അതിൽ നിന്നും നമ്മൾ ലിമിറ്റ് ചെയ്ത് ഷോർട്ട് ചെയ്ത് വരും. ഒരു ലാർജർ സ്റ്റഡി ആണെങ്കിൽ അതിൽ നിന്നും പിന്നെയും നമ്മൾ ലിമിറ്റ് ചെയ്ത് ഷോർട്ട് ചെയ്തിട്ട് വരും. നമ്മളുടെ ഒരു പോപ്പുലേഷൻ, നമുക്ക് പറ്റുന്ന ഒരു പഠനത്തിന്റെ ഒരു സ്ട്രക്ചർ, ടൈം, അതിനൊക്കെ അനുസരിച്ച് എത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലിമിറ്റിലേക്ക് നമ്മൾ ലിമിറ്റ് ചെയ്ത് കൊണ്ടുവരും. അതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായി. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ സ്ട്രക്ചർ ആൻഡ് റൈറ്റിംഗ് സ്റ്റൈല്. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ സാമ്പിളിംഗ് സെലക്ട് ചെയ്തു, നമ്മൾ ഡാറ്റ അവരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തു. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇത് റിപ്പോർട്ട് തയ്യാറാക്കണം അല്ലെ, അതിന്റെ ഒരു സ്ട്രക്ചറും ആ റൈറ്റിംഗിന്റെ സ്റ്റൈലൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതില് നമ്മൾ ഒരു ഫോർമാറ്റ് ഉണ്ടാവും അല്ലെ, എല്ലാം എഴുതുമ്പോൾ നമുക്കൊരു ഫോർമാറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ഫീൽഡ് റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. നമ്മളെ റിസർച്ച് ക്വസ്റ്റ്യൻ എന്താ, നമ്മൾ പറഞ്ഞു ഏത് റിസർച്ച് തുടങ്ങും, നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്, നമ്മൾ റിസർച്ചിന് അനാലിസിസിന് ഗൈഡ് ചെയ്യുന്ന തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് എന്താ, നമ്മൾ ഒബ്സർവേഷൻസ് ഏത് ഒരു എന്താ പറയാ ഒരു ഫ്രെയിംവർക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒബ്സർവേഷൻസ്. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻസ്, നമ്മളിപ്പോ നിങ്ങളാണെങ്കിൽ നിങ്ങൾ നമ്മുടെ SGO യൂണിവേഴ്സിറ്റി തരുന്ന എന്തെങ്കിലും ഫോർമാറ്റ് ഉണ്ടാവും. അപ്പൊ ഒരു ഫീൽഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ആ ഒരു ഫോർമാറ്റ് ബേസ്ഡ് ആയിരിക്കും എപ്പോഴും. അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന റിസർച്ച് ക്വസ്റ്റ്യനും തിയററ്റിക്കൽ ഫ്രെയിംവർക്കും ഗൈഡ് ലൈൻസ് ഒക്കെ പോലെ ഇരിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഇത് പാസ്റ്റ് ടെൻസിലായിരിക്കും. പാസ്റ്റ് ടെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഓൾറെഡി കഴിഞ്ഞ ഒരു കാര്യമാണ്. നമ്മൾ റിപ്പോർട്ടിലേക്ക് നമ്മൾ ഫീൽഡ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു വന്നിട്ടാണ് ഇത് എഴുതുന്നത്. അപ്പൊ എന്താ, നടന്നു കഴിഞ്ഞ സംഭവമാണ്, പാസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ പാസ്റ്റ് ടെൻസിൽ വേണം എഴുതാൻ വേണ്ടി എന്നുള്ളതാണ്. അപ്പോ ഒരു സോഷ്യൽ സയൻസ് ഫീൽഡിൽ നമ്മൾ ഇൻ ജനറൽ ഉപയോഗിക്കുന്ന റിപ്പോർട്ടിന്റെ ഒരു സെക്ഷൻസ്, എന്തൊക്കെ സെക്ഷൻസ് ആണ് ഒരു റിപ്പോർട്ടിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ഇൻട്രൊഡക്ഷൻ, ആമുഖം ഉണ്ടാവും അല്ലെ. അപ്പൊ ഇൻട്രൊഡക്ഷൻ എന്തുണ്ടാവണം, വളരെ ക്ലിയർ ആയിട്ട് ഇൻട്രൊഡക്ഷനിൽ നമ്മളെ വിഷയം, എന്ത് വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്, എന്തുകൊണ്ട് ആ വിഷയം നമ്മൾ റിസർച്ച് പ്രോബ്ലം എന്താണ്, ഈ ഒരു വിഷയം പഠിക്കാനുള്ള ഒരു പ്രശ്നം, മീൻസ് ആ വിഷയത്തിന്റെ ഒരു പ്രശ്നം എന്താണ്, അതായത് അതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്നുള്ളത് നമ്മൾ അതിൽ വരും. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്, നമ്മൾ ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് നമ്മളെ ലക്ഷ്യം, ഈ ഒരു റിസർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്തൊക്കെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. എന്തൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കീ തിയറീസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ്, നമ്മളെ വിഷയത്തെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള തിയറീസും കോൺസെപ്റ്റും എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇതില് പഠിക്കും എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഇവരെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്, നമ്മൾ എന്തുകൊണ്ട് അവരെ ഒബ്സർവ് ചെയ്തു, ഏത് ടൈം ഫ്രെയിമിനുള്ളിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്, എന്ത് മെത്തേഡിലൂടെയാണ് നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു ക്ലാസ് റൂമിനൊക്കെയാണ് ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആ സ്കൂളിൽ നമ്മൾക്ക് അവര് പെർമിഷൻ തന്നിനെങ്കിൽ അവരുടെ സ്കൂളിന്റെ പേര് നമ്മൾ ചെയ്യണം, ക്ലാസ് ഏത്, അത് നമ്മൾ വളരെ സ്പെസിഫിക് ആയിരിക്കണം. സിംപ്ലി പറഞ്ഞ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏത് ഡിസ്ട്രിക്ട് ചെയ്യുന്നു, ഏത് സ്ഥലത്ത് ബ്ലോക്കിൽ ചെയ്യുന്നു, അതുപോലെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ ഇൻട്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം.
അതുപോലെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ പഠന വിധേയമാക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട അതേ ഏരിയയിൽ, സിമിലർ ഏരിയയിൽ നടന്നിരിക്കുന്ന റിസർച്ച്, മുന്നേ പല റിസർച്ചും ആ ഏരിയയിൽ നടന്നിട്ടുണ്ടാവും. ആ വിഷയത്തിൽ നിന്നുള്ളതല്ല, ആ ഏരിയയിൽ നടന്നിട്ടുണ്ട്. നമ്മൾ സോഷ്യോളജി ഓഫ് റിലീജിയൻ എന്നുള്ള വിഷയത്തിലാണ് ഒരുപാട് റിസർച്ച് പഠനങ്ങൾ പല രാജ്യത്തും പല മേഖലകളിലുമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മളുടെ വിഷയവുമായി റിലേറ്റഡ് ആയിട്ട് നടന്നിട്ടുള്ള റിസർച്ചുകൾ നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കൊടുക്കണം. ഇൻട്രൊഡക്ഷന്റെ ഒരു അവസാന ഭാഗത്തായിട്ട് നമ്മൾ ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു ഷോർട്ട് സമ്മറി, നമ്മളെ ബാക്കിയുള്ള റിപ്പോർട്ട്സ് നമ്മൾ എങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കൊടുക്കണം. ഇതായിരിക്കണം നമ്മളെ ഇൻട്രൊഡക്ഷൻ. രണ്ടാമത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ആക്ടിവിറ്റീസ്. അതായത് നമ്മളെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ആക്ടിവിറ്റീസ്, നമ്മളെ പ്രവർത്തികൾ നമ്മൾ വിശദീകരിക്കണം. അതായത് നമ്മൾ ഈ ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റക്കാണ് ചെയ്യുന്നത്. നമ്മുടെ കൂടെ ഈ ആരാണോ ഈ നമ്മളെ റിപ്പോർട്ട് പിന്നീട് വായിക്കാൻ പോകുന്നത്, അവര് നമ്മളെ കൂടെ എന്ത് വന്നിട്ടില്ല, ഫീൽഡിൽ വന്നിട്ടില്ല. അപ്പൊ ആ ഒരു സെറ്റിങ്സ് എങ്ങനെയാണ്, ആ ഒരു ആക്ടിവിറ്റീസ് എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, അതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയണം. അപ്പൊ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സമയത്ത് ഒരു ക്ലിയർ പിക്ചർ വായനക്കാരന് ലഭ്യമാകണം. അപ്പൊ ഒരു ജേർണലിസത്തിൽ ഒരു ജേർണലിസ്റ്റ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമായിട്ടാണെന്ന് പറയാം. അപ്പൊ നമ്മളൊരു 5 Ws ഉണ്ടായിരിക്കണം. 5 Ws എന്തൊക്കെയാ നമുക്ക് അറിയുന്ന കാര്യം, വാട്ട്, വേർ, വൈ, ഹൗ, വെൻ, ഹൂ എന്നുള്ളത്. അതായത് നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്, വാട്ട് ഡിഡ് യു ഒബ്സർവ്, നമ്മളെ ഒബ്സർവേഷന് സമയം, സ്ഥലം, അതിന്റെ ഒരു സാമൂഹിക സെറ്റിങ്സ്, ഇതൊക്കെ ഉണ്ട്. അടുത്തത് വേർ, എവിടെ വെച്ച്, നമ്മൾ ഡിസ്ക്രൈബ് ദ ലൊക്കേഷൻ, നമ്മൾ എവിടെ വെച്ചാണ് ഇത് പഠിച്ചിട്ടുള്ളത്. അതുപോലെ വെൻ, എപ്പോഴും, ഡേറ്റും ടൈമും, ഈ ഒബ്സർവേഷന്റെ ഡേറ്റും ടൈമും, എന്തെങ്കിലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത ഒബ്സർവേഷൻ നടന്ന ഇവന്റ്സിന്റെ, അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി. ഇപ്പൊ ഒരു സ്കൂളിലാണെങ്കിൽ ഒരു ക്ലാസ് ഒരു ഇന്റർവെലിന് ശേഷം ഇത്ര ടൈം കഴിഞ്ഞപ്പോൾ തുടങ്ങി, അപ്പൊ അല്ലെങ്കിൽ ഇത്ര ടൈം കഴിഞ്ഞപ്പോൾ ഡ്രില്ല് കൊടുത്തു. അപ്പൊ അതുപോലുള്ള ഒബ്സർവേഷനും കൃത്യമായി എപ്പോഴാണ് നമ്മൾ ഇത് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്, വെൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ഹൂ, നമ്മളെ ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ, നമ്മൾ പഠിച്ചിരിക്കുന്ന നമ്മൾ ഏത് വിഷയം പഠിക്കുമ്പോഴും, നമ്മളിപ്പോ കുടുംബശ്രീ പ്രവർത്തകരുടെ ഇടയിൽ ഒരു പഠനം നടത്തി. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കുടുംബശ്രീ പ്രവർത്തകരെ 20-നും 30-നും ഇടയിൽ വയസ്സുള്ളവരായിരുന്നു, സ്ത്രീകളാണ്. അപ്പൊ അവരുടെ ഏജ്, ജെൻഡർ, റോൾ ഓഫ് ദ പാർട്ടിസിപ്പൻസ്, ഇവരുടെ ഒരു പങ്കാളിത്തത്തിന്റെ ഒരു റോൾ, എന്താണ് ഇവരുടെ കോൺട്രിബ്യൂഷൻ, അത്രയും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പഠനത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ ആരെങ്കിലും നമ്മൾ ഇപ്പൊ 20 ആളെ ഇപ്പൊ എന്തെങ്കിലും ആരെങ്കിലും ആബ്സെന്റ് ആയിട്ടുണ്ടോ, അത് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഹൂവിൽ മെൻഷൻ ചെയ്യും. വൈ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ പെർട്ടിക്കുലർ സെറ്റിംഗ് സെലക്ട് ചെയ്തത്, എന്തുകൊണ്ട് നമ്മൾ ഈ പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ എടുത്തു, എന്തെങ്കിലും ക്രൈറ്റീരിയാസ് ഉണ്ടോ, ആരെന്നൊക്കെ നമ്മൾ ഈ പഠനത്തിന്റെ ഭാഗമായി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പഠനം നടത്തുവാണ്, നമ്മൾ പറയുന്നു ആ മേഖലയിലുള്ള സ്ത്രീകളെ കുറിച്ച് പഠിച്ചു, അപ്പൊ എന്തുകൊണ്ട് നമ്മൾ പുരുഷന്മാരെ ഒഴിവാക്കി, അതുപോലുള്ള 5 ഫാക്ടർ നമ്മളെ റിസർച്ചിൽ നമ്മൾ മെൻഷൻ ചെയ്തു. മൂന്നാമത്തത് ഇന്റർപ്രിട്ടേഷണൽ അനാലിസിസ്. അതായത് നമ്മൾ ശേഖരിച്ചിരിക്കുന്ന ഡാറ്റകളെ ഇന്റർപ്രറ്റ് ചെയ്യണം, അതിന്റെ പേരിൽ നമ്മൾ ഒരു അനാലിസിസ് നടത്തി റിപ്പോർട്ട് തയ്യാറാക്കണം, അല്ലെ. അപ്പൊ നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ടത്, നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചിരിക്കുന്ന തിയറി ഉണ്ടാവും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, ആ തിയറി, അതുപോലെ പ്രശ്നങ്ങൾ, അതുപോലെ നമ്മളെ റിസർച്ച് ഒബ്ജക്റ്റീവ് ഉണ്ടാവും, അതിനൊക്കെ ഉത്തരം തരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇന്റർപ്രിട്ടേഷനും അനാലിസിസും. നമ്മൾ ഒരുപാട് ഒബ്സർവേഷൻ ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20ഓളം പേജ് നമുക്ക് ഇന്റർവ്യൂ ചെയ്ത് എഴുതാമെന്നുള്ളത്. അപ്പൊ അത് മൊത്തം നമുക്ക് നീഡഡ് ആയിരിക്കില്ല. അപ്പൊ നമുക്ക് ആവശ്യമുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ തിയററ്റിക്കൽ ഫ്രെയിമിനെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളുടെ റിസർച്ച് ക്വസ്റ്റ്യന് ആൻസർ തരുന്ന ടൈപ്പ് ഓഫ് കാര്യങ്ങളായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് നമുക്ക് എന്തുണ്ടാവണം, ഒരു കൺക്ലൂഷൻ ഉണ്ടാവണം. കൺക്ലൂഷൻ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ഒബ്സർവ് ചെയ്തു, നമ്മൾ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ഫൈൻഡിങ്സിൽ കൊടുക്കണം. പുതിയ ഡാറ്റകളൊന്നും തന്നെ, പുതിയ വിവരങ്ങളൊന്നും തന്നെ നമ്മൾ കൺക്ലൂഷനിൽ കൊടുക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സുകളിൽ എന്തൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്നുള്ള ഫൈൻഡിങ്സ്, പിന്നെ നമുക്ക് എന്തെങ്കിലും ഭാവിയിൽ ഇതേ വിഷയത്തിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പോളിസി മേക്കേഴ്സിന്, ഗവൺമെന്റ്സിനൊക്കെയുള്ള റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വിഷയത്തിന്റെ ഒരു പ്രാധാന്യം, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ലിമിറ്റേഷൻസ്, നമ്മൾ ചിലപ്പോൾ സമയം കുറവായിരിക്കും, ചിലപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ അതൊക്കെ നമ്മളൊരു ലിമിറ്റേഷൻസ് ആണ്. നമ്മൾ എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നമുക്ക് ഈ ഒരു കൺക്ലൂഷൻ ഭാഗത്ത് ആഡ് ചെയ്യാം. 5 അപ്പൻഡിക്സ്. അപ്പൻഡിക്സിൽ എക്സ്ട്രാ ഇൻഫർമേഷൻസ്, നമ്മളെ റിപ്പോർട്ട് റൈറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള എക്സ്ട്രാ ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കുന്നത്.
ചാർട്ടുകൾ, ഗ്രാഫുകൾ, ടേബിൾസ്, മാപ്പ്. നമ്മളിപ്പോൾ ഒരു പഞ്ചായത്തിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ പഞ്ചായത്തിന്റെ മാപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, അപ്പൻഡിക്സിൽ ആഡ് ചെയ്യാം. ഇന്റർവ്യൂ ചെയ്തിരിക്കുന്ന ആ ഒരു നോട്ട് ഡൗൺ ചെയ്തിരിക്കുന്ന നോട്ട്, ഇപ്പൊ ക്വസ്റ്റ്യനെയർ ആണെങ്കിൽ ക്വസ്റ്റ്യനെയർ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൻഡിക്സിൽ അറ്റാച്ച് ചെയ്യാം. അടുത്തത് റഫറൻസ്, അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്നതാണ് റഫറൻസസ്. റഫറൻസസിൽ എന്താ വരുന്നത്, നമ്മൾ പഠനത്തിന് പല സോഴ്സുകളും റെഫർ ചെയ്തിട്ടുണ്ടാവും അല്ലെ, ഈ റിപ്പോർട്ട് എഴുതുമ്പോൾ. അതൊക്കെ നമ്മൾ ബുക്സ് ആവാം, എന്തെങ്കിലും ജേർണൽസ് ആവാം, ആർട്ടിക്കിൾസ് ആവാം, ഓൺലൈൻ ആയിട്ടുള്ള സോഴ്സസ് ആവാം, എന്തെങ്കിലും റിസർച്ച് പേപ്പേഴ്സ് ആവാം, ഫീൽഡ് റിപ്പോർട്ട്സ് ആവാം. അതൊക്കെ എന്ത് ചെയ്യാം, നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതൊക്കെയാണ് നമ്മൾ റെഫറൻസിൽ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ പക്ഷെ റെഫറൻസ് എഴുതുമ്പം നമ്മളുടേതായ രീതിയിൽ എഴുതൂല. നമുക്കൊരു കുറച്ച് ഫോർമാറ്റ്സ് ഉണ്ട്. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ അഥവാ APA ഫോർമാറ്റ്, മോഡേൺ ലാംഗ്വേജ് അസോസിയേഷന്റെ MLA ഫോർമാറ്റ്, ചിക്കാഗോ സ്കൂളിന്റെ ചിക്കാഗോ ഫോർമാറ്റ്, അങ്ങനെ കുറച്ച് ഫോർമാറ്റുകൾ ഉണ്ട്. അപ്പൊ നമ്മളിപ്പം ഗൈഡ് ലൈൻ വരുമ്പോൾ നമുക്കിപ്പം പ്രൊജക്ട് ചെയ്യേണ്ട ആൾക്കാരാണ് നമ്മൾ നെക്സ്റ്റ് സെമ്മിൽ. അപ്പൊ നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി ഗൈഡ് ലൈൻ തരും, ഇന്ന ഫോർമാറ്റിൽ എഴുതണം എന്നുള്ളത്. അതായത് ഓതറിന്റെ പേര്, സെക്കൻഡ് നെയിം ആദ്യം എഴുതുന്നു, കോമ എഴുതുന്നു, ഓതറിന്റെ ഫസ്റ്റ് നെയിം എഴുതുന്നു, നമ്മൾ ഇയർ ഓഫ് പബ്ലിക്കേഷൻ എഴുതുന്നു, ബുക്ക് നെയിം എഴുതുന്നു, പബ്ലിക്കേഷൻ ചെയ്തിരിക്കുന്നത് ആരാന്ന് എഴുതും. അപ്പൊ അങ്ങനെ പല തരത്തിലുള്ള ഫോർമാറ്റ്സ് നമുക്കുണ്ട്. അപ്പൊ നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റ്സ് നമ്മൾ എഴുതുക എന്നുള്ളതാണ്. നോർമലി നമ്മൾ സോഷ്യൽ സയൻസിലൊക്കെ APA ഫോർമാറ്റ് വെച്ചിട്ടാണ് എഴുതാം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നോക്കാനുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെയാണ്. അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക, ഓർത്ത് വെക്കുക. കാരണം ഇതൊക്കെ തന്നെ നമ്മളുടെ ഫീൽഡ് വർക്കിന്റെ ഭാഗമായി നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഉണ്ടാവേണ്ട കുറച്ചും കൂടി സ്പെസിഫിക് ആയി നമ്മൾ അടുത്ത ഇതിൽ നോക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്സ് മിസ് ചെയ്യാണ്ട് എന്തൊക്കെ വേണം, ഏതൊക്കെ ഇൻക്ലൂഡഡ് ആവണം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ നോക്കുക എന്നുള്ളത്. ഇതിൽ അതുപോലെ തന്നെ നമ്മൾ സാമ്പിളിങ്, അതിന്റെ ഒരു ടൈപ്സ് ഓഫ് സാമ്പിളിങ് നമ്മൾ ഒബ്സർവേഷൻ മെത്തേഡിലുള്ളതും കൂടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ടീച്ചറെ, അസൈൻമെന്റിന് ഏത് ഫോർമാറ്റ് ആണ് ഉപയോഗിക്കുന്നത്? റഫറൻസ് എഴുതുമ്പോഴാണോ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ. നോർമലി നമ്മൾ സോഷ്യോളജിക്കാർക്ക് എഴുതുമ്പം APA ഫോർമാറ്റ് വെച്ചിട്ടാണ് എഴുതുക. അതാണ് അതിന്റെ ഒരു ശരിയായ രീതി. എനിക്കറിയില്ല, ഞാൻ MLA ഫോർമാറ്റിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഓക്കെ നമ്മള് തെറ്റ് എന്നല്ല, എല്ലാ ഫോർമാറ്റും അതിൻ്റെതായ ശരിയുണ്ട്. ഇപ്പം ലാംഗ്വേജ് പൊതുവെ ആ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അത് തെറ്റ് എന്നല്ല. ഏത് ഫോർമാറ്റ്, നമ്മൾ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യണം എന്നേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു 5 റെഫറൻസ് എഴുതുന്നുണ്ടെങ്കിൽ എല്ലാ 5 ബുക്കും നമ്മൾ ഒരേ ഫോർമാറ്റിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോ ആദ്യം എഴുതിയ ബുക്ക് നമ്മൾ ഒരു ഫോർമാറ്റിൽ എഴുതി, അടുത്ത ബുക്ക് നമ്മൾ അടുത്ത ഫോർമാറ്റിൽ എഴുതി, അങ്ങനെ എഴുതരുതെന്നേ ഉള്ളൂ. നോർമലി നമ്മൾ ലാംഗ്വേജ്, ഭാഷാശാസ്ത്രം പഠിക്കുന്ന ആൾക്കാർ, ലാംഗ്വേജ് പഠിക്കുന്ന ആൾക്കാരാണ് MLA ഫോർമാറ്റ് ചെയ്യുക. നമ്മൾ നോർമലി APA ഫോർമാറ്റ് ആണ് സോഷ്യോളജിക്കാർ അല്ലെങ്കിൽ സോഷ്യൽ സയൻസുകാർ യൂസ് ചെയ്യുക. തെറ്റ് നല്ലതല്ല, പക്ഷേ ഓക്കെ. നമ്മള് ഇത് ആക്ച്വലി ഇപ്പൊ നമ്മളിപ്പം ഈ ഒരു 5th സെമ്മിലാണല്ലോ, നമുക്കിപ്പം ഡിഗ്രിക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോഴാണല്ലോ അറിയുന്നത് ഇന്ന ഫോർമാറ്റിൽ എഴുതാം. അപ്പൊ ഇനി നിങ്ങൾ അടുത്ത സെമസ്റ്ററിൽ എക്സാം എഴുതുമ്പോൾ നമ്മൾ അത് കറക്റ്റ് ചെയ്യാൻ നോക്കും. അപ്പൊ നമ്മളെ മൈൻഡിൽ അത് രജിസ്റ്റർഡ് ആവും. പ്രത്യേകിച്ച് നിങ്ങളിത് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഡെസർട്ടേഷൻ വർക്ക് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി അത് കോൺഷ്യസ് ആവേണ്ടത്. ആ ഒരു ടൈം നമ്മൾ കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഈ ഒരു ഫോർമാറ്റ് തന്നെയാണ് നമ്മൾ എഴുതുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്തും. ഫൗണ്ടേഷണൽ സ്കിൽ നിങ്ങൾക്കല്ല അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോർമാറ്റ് നമ്മളിപ്പം ഫീൽഡ് വർക്കിൽ പഠിച്ചല്ലോ, APA ഫോർമാറ്റിൽ എഴുതണം എന്നുള്ളത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കും പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ. അസൈൻമെന്റിൽ കുഴപ്പമില്ല. അടുത്ത യൂണിറ്റിലേക്ക് പോണോ, ബ്രേക്ക് വേണോ? പത്ത് മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാ നമുക്ക് 8:15 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.
ഓക്കെ.
സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. നമ്മൾ അടുത്ത യൂണിറ്റ്, ലാസ്റ്റ് യൂണിറ്റ് ഫീൽഡ് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. നമ്മൾ റിപ്പോർട്ട് റൈറ്റിംഗിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ നമ്മൾ ഫീൽഡ് റിപ്പോർട്ട് റൈറ്റിംഗിന്റെ ഒരു പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പം ഒരു ട്രാവൽ യാത്രാ വിവരണം ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിലെന്താ സംഭവിക്കുന്നത്? അപ്പൊ നമ്മൾ ആ ഒരു യാത്രാ വിവരണം വായിക്കുമ്പോൾ നമുക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടും. ആ ഒരു സ്ഥലത്തിന്റെ ഒരു വ്യക്തമായ ഒരു ഐഡിയ നമുക്ക് ആ റിപ്പോർട്ട് വായിക്കുമ്പം ലഭിക്കാറുണ്ട്. അപ്പൊ അത്രയും ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിശദീകരിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നിങ്ങളുടെ കേസിൽ അല്ലെങ്കിൽ നമ്മളുടെ റിസർച്ചറിന്റെ കേസിൽ ഒരു റിപ്പോർട്ട് വളരെ ക്ലിയറും ഫോക്കസ്ഡും ആയിരിക്കണം. കാരണം അതിലൊരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് റീഡേഴ്സ് ഉണ്ട്, വായനക്കാരുണ്ട്. അപ്പോൾ റിപ്പോർട്ട് എപ്പോഴും ക്ലിയറും ഫോക്കസ്ഡ് ഡോക്യുമെന്റും ആയിരിക്കണം. അത് നമ്മൾ എഴുതുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് റീഡേഴ്സിന് വേണ്ടി. ഇപ്പോൾ ഒരു അക്കാഡമിക് പേർപ്പസിൽ ഇതിന്റെ ഒരു റീഡേഴ്സ് എന്ന് വെച്ചാൽ ടീച്ചേഴ്സ് ആവാം, എക്സാമിനേഴ്സ് ആവാം. അപ്പൊ നിങ്ങൾ റിപ്പോർട്ട് സമർപ്പിച്ച എക്സാമിനേഴ്സ് ആവാം, അല്ലെങ്കിൽ പബ്ലിക്കിന് വേണമെങ്കിൽ പോലും റെഫർ ചെയ്ത് വായിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഒരു ഇഷ്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നാളത്തേക്ക് ഒരു സജഷൻസ്, എന്തെങ്കിലും ആക്ഷൻ ടേക്കണൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ റിപ്പോർട്ടോട് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഫീൽഡ് വർക്കിൽ നമ്മൾ പലരെയും മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പിനെ നമ്മൾ മീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചായിരിക്കും നമ്മൾ പഠനം നടത്തിയിട്ടുള്ളത്. ഒരു റിയൽ ലൈഫ് സോഷ്യൽ സിറ്റുവേഷൻ നമ്മൾ അനലൈസ് ചെയ്യുന്നു. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു നമ്മളൊരു റിപ്പോർട്ടായിട്ടാണ് നമ്മളിത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് നമ്മൾ എന്ത് കണ്ടു, എന്ത് ചെയ്തു എന്നൊക്കെ അറിയിക്കാൻ വേണ്ടി നമ്മളെ കയ്യിൽ ഏകെയുള്ള ഒരു എവിഡൻസ് എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടാണ്. നമ്മൾ സ്ലം ഒക്കെ വിസിറ്റ് ചെയ്ത്, ചേരി പ്രദേശം വിസിറ്റ് ചെയ്ത് എങ്ങനെയാണ് ഹൗസ് ഹോൾഡ് കാര്യങ്ങളിൽ സ്ത്രീകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തീരുമാനമെടുക്കാനുള്ള അവകാശമുള്ളത്. അപ്പൊ നമ്മളെ റിപ്പോർട്ട് നമ്മൾ എന്താ കണ്ടത്? അവർ ഫേസ് ചെയ്യുന്ന നമ്മൾ ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്താ, അതുപോലെ അവർ ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്താ, വ്യക്തികളുടെ സ്വഭാവം എന്താ, ഇതൊക്കെ ജെൻഡർ റോൾസ് കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണെന്നുള്ളൊരു ബിഗർ സജഷൻസ് കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പൊ ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് എപ്പോഴും വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് എന്നുള്ളത് ഓർമ്മിക്കുക. അതായത് എന്തുകൊണ്ട് അവർ റിപ്പോർട്ട്സ് ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെ ഫൈൻഡിങ്സ്, നമ്മളെ കണ്ടെത്തലുകൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്ന റിപ്പോർട്ടിലൂടെയാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് മെത്തേഡിലൂടെയാണ് ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ളത്, നമ്മളെ റിസൾട്ട് എന്താണ്, നമ്മൾ എന്ത് കണ്ടെത്തി എന്ന് ഫാക്റ്റും എവിഡൻസും ഒക്കെ വെച്ച് പറയുന്നത് ഈ റിപ്പോർട്ടിലാണ്. അപ്പൊ ഇൻ ഫ്യൂച്ചർ ആർക്കെങ്കിലും നമ്മളുടെ റിപ്പോർട്ട് വായിച്ചതിലൂടെ ഇതേ വിഷയത്തിൽ വീണ്ടും റിസർച്ച് നടത്താം. അപ്പൊ റിസർച്ച് എന്ന് പറയുന്നത് ഒരു അറിവ് പകർത്തുന്ന ഒരു സാധനം കൂടിയാണെന്നുള്ളത് ഓർമ്മിക്കുക. ജസ്റ്റ് നമ്മളൊരു കഥ വായിച്ചു വിടുന്നതിനപ്പുറത്തേക്ക് ഒരു സോഷ്യോളജിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അറിവ് പകരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ആ ഒരു സൊസൈറ്റിയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഇഷ്യൂസ്, കാര്യങ്ങൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ഈ റിപ്പോർട്ടിലൂടെയാണ്. അപ്പൊ റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ റിപ്പോർട്ട് റൈറ്റിങ്ങിന് ഒരുപാട് ടൈപ്സ് ഓഫ് റിപ്പോർട്ട് റൈറ്റിംഗ് ഉണ്ട്. അതിന്റെ പർപ്പസ് അനുസരിച്ച് പറയുകയാണെങ്കിൽ, ആവശ്യം നോക്കി പറയുകയാണെങ്കിൽ 2 തരത്തിലുള്ള റിപ്പോർട്ട്സ് ആണുള്ളത്. ഒന്ന് ഇൻഫർമേഷണൽ റിപ്പോർട്ടും, 2 അനലിറ്റിക്കൽ റിപ്പോർട്ടും. നിങ്ങൾക്ക് അറിയുന്നുണ്ട്, ഇപ്പൊ നമ്മള് അസൈൻമെന്റ് എഴുതുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് അസൈൻമെന്റ് ഉണ്ട് അല്ലെ? ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റും അനലിറ്റിക്കൽ അസൈൻമെന്റും ഉണ്ട്. അപ്പൊ ഈ ഇൻഫർമേഷണൽ റിപ്പോർട്ട് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫാക്റ്റുകൾ മാത്രം ആണ് നമ്മളൊരു റിപ്പോർട്ട്, നമ്മളെ ഒരു പഠന ലക്ഷ്യം അതാണ് എങ്കിൽ അതിൽ എന്ത് വരും? ഫാക്റ്റുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് നമ്മൾ കൂടുതലൊന്നും ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. നമ്മൾ എന്താണോ കണ്ടിട്ടുള്ളത് അനലൈസിസിലേക്കൊന്നും പോവില്ല, സജഷൻസിലേക്കൊന്നും നമ്മൾ പോകുന്നുണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് അത് കണ്ടെത്തലുകൾ ഇങ്ങനെ മെൻഷൻ ചെയ്യും. അതിനെയാണ് നമ്മൾ ഇൻഫർമേഷണൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തത് അനലിറ്റിക്കൽ റിപ്പോർട്ട്. അനലിറ്റിക്കൽ റിപ്പോർട്ടിന്റെ പ്രത്യേകത എന്താ? ഒരു ഡാറ്റ പ്രസന്റ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് നമ്മളത് വെച്ചിട്ട് എക്സാമിൻ ചെയ്യും. നമ്മൾ അത് വെച്ചിട്ട് എക്സാമിൻ ചെയ്യാണ് ചെയ്യുന്നത്. എന്താണ് നമ്മൾ അത് വെച്ചിട്ട് എക്സാമിൻ ചെയ്യുന്നത്? നമ്മൾ ആ ഒരു ഡാറ്റ വെച്ചിട്ട് ഒരു പാറ്റേൺ എന്താ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്താ, എന്തെങ്കിലും സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യാനുണ്ടോ, ഇതൊക്കെ നമ്മൾ അനലിറ്റിക്കൽ റിപ്പോർട്ടിലൂടെ സജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു അനലിറ്റിക്കൽ റിപ്പോർട്ട് നമ്മളിപ്പം
സ്കൂളിൽ ഡ്രോപ്പ് ഔട്ട്സിന്റെ ഒരു പഠനം നമ്മൾ നടത്തുവാണെങ്കിൽ എത്രത്തോളം കുട്ടികൾ ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ട് എന്ന് മാത്രം നമ്മൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയാം. അനലിറ്റിക്കൽ റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പെർട്ടിക്കുലർ ഡ്രോപ്പ് ഔട്ട്സ് എന്തുകൊണ്ട് സംഭവിക്കുന്നു, റൂറൽ ഏരിയയിലാണോ അർബൻ ഏരിയയിലാണോ ഹയർ ആയിട്ട് ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഉള്ളത് മുതലായ ഒരു തരത്തിലേക്കുള്ള ഒരു അനാലിസിസ് പെൺകുട്ടികളുടെ ഇടയിലാണോ ആൺകുട്ടികളുടെ ഇടയിലാണോ ഡ്രോപ്പ് ഔട്ട്സ് കൂടുതൽ. അപ്പൊ അതൊക്കെ വരുന്നത് ഈ ഒരു അനാലിറ്റിക്കൽ റിപ്പോർട്ടിലാണ്. അപ്പൊ രണ്ട് തരത്തിലാണ് നമ്മളുടെ റിപ്പോർട്ട്സ് ഉള്ളത്. നമ്മൾ എന്താണോ നമ്മളുടെ പേർപ്പസ് അതനുസരിച്ച് നമുക്ക് ഇൻഫർമേഷൻ റിപ്പോർട്ടും ഉണ്ടാവും, അനലിറ്റിക്കൽ റിപ്പോർട്ടും ഉണ്ടാവും. അടുത്തത്, ഒരു നല്ല ഫീൽഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെയായിരിക്കും നമ്മൾ ഫീൽഡ് റിപ്പോർട്ടിൽ മിസ് ചെയ്യാതെ എഴുതേണ്ട കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ എന്തുകൊണ്ട് ഈ വിഷയം തിരഞ്ഞെടുത്തു, റിസർച്ച് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയും. നമ്മൾ ഈ പെർട്ടിക്കുലർ ടോപ്പിക് എന്തുകൊണ്ട് എടുത്തു, നമ്മൾ വെറുതെ ഒരു റെലവൻസും പ്രാധാന്യമില്ലാത്ത ടോപ്പിക് എടുക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം, വൈ ഡു യു ചൂസ് ദിസ് ടോപ്പിക് എന്നുള്ള ഒരു വിഷയം. രണ്ട്, നമ്മൾ എവിടെയാണ് ഈ ഫീൽഡ് വർക്ക് നടത്തിയിട്ടുള്ളത്, അതാണ് നമ്മളെ മെത്തഡോളജി ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുക. ഏത് സ്ഥലത്ത് ആരുടെ ഇടയിൽ നമ്മൾ ഈ ഫീൽഡ് വർക്ക് നടത്തി, മെത്തഡോളജി എഴുതണം. റിസൾട്ടും ഒബ്സർവേഷനും, നമ്മൾ എന്തൊക്കെ നിരീക്ഷിച്ചു, എന്താണ് നമ്മളുടെ കണ്ടെത്തലുകൾ. നാലാമത്തത്, ഈ കണ്ടെത്തലുകൾ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണ്, അതിൻ്റെ ഒരു അനാലിസിസ് എന്താണ്. നമ്മൾ പെൺകുട്ടികളുടെ പെർസെൻറ്റേജ് ആണ് കൂടുതൽ ഡ്രോപ്പ് ഔട്ട്സ് എന്ന് പറഞ്ഞു. അപ്പോൾ വൈ, അതാണ് അനാലിസിസ് ആൻഡ് ഡിസ്കഷനിൽ വരുന്നത്. അപ്പോൾ നല്ലൊരു ഫീൽഡ് റിപ്പോർട്ടിൽ ഇതൊക്കെ തന്നെ ഉണ്ടാവണം. അതുപോലെ തന്നെ ഇനി എന്ത് ചെയ്യണം, ഒരു കൺക്ലൂഷൻ, നമ്മളെ റെക്കമെൻഡേഷൻ ആസ് എ റിസർച്ചർ നമ്മളെ ഭാഗത്തു നിന്നുള്ള റെക്കമെൻഡേഷൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെ വേറെ ആരെങ്കിലും ഇൻ ഫ്യൂച്ചർ നമ്മളുടെ റിസർച്ച് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇനഫ് ഡീറ്റെയിൽസ് കൂടി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ റിസർച്ചിൽ ഉണ്ടാവണം. വേറെ ആരെയും കണ്ടിന്യൂ ചെയ്യാൻ ഒരു താല്പര്യപ്പെടുത്തുന്ന തരത്തിലായിരിക്കണം നമ്മുടെ റിസർച്ച്. ഇത്രയാണ് റിസർച്ച് റിപ്പോർട്ട് ഒരു മേജർ ആയിട്ട് നല്ല റിപ്പോർട്ടിന്റെ ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു സ്റ്റഡി റിപ്പോർട്ടിന്റെ ബേസിക് കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒരു ഇവന്റ്സും ആക്ഷൻസും നമ്മൾ അതിൽ എഴുതും. അതുപോലെ തന്നെ സിറ്റുവേഷൻസും ഇൻസിഡൻസും നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് നമ്മളുടെ സ്വന്തം അനാലിസിസ് ആയിക്കോട്ടെ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ ആയിക്കോട്ടെ അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ സിറ്റുവേഷൻസ് ഉണ്ടാവും. ഡാറ്റ ഈ പറഞ്ഞിരിക്കുന്ന അനാലിസിസും റിസർച്ച് ഫൈൻഡിങ്സും വരും. റിസൾട്ടും സജഷൻസും ഉണ്ടാവും, റെക്കമെൻഡേഷൻ ഉണ്ടാവും, കൺക്ലൂഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു സ്റ്റഡി റിപ്പോർട്ട് ആയാലും എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ തന്നെ അതിൽ ഇൻക്ലൂഡഡ് ആയി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി purpose and importance of report writing. എന്താണ് നമ്മളെ റിപ്പോർട്ട് റൈറ്റിംഗിന്റെ പ്രാധാന്യം? നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം ഒബ്സർവ് ചെയ്തു, അപ്പൊ അത് നമ്മൾ വേറൊരാൾക്ക് അല്ലെ നമ്മൾ ഒബ്സർവേഷനിലൂടെ നമ്മൾ കണ്ട കാര്യം നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, വേറെ ഒരാളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എത്തിക്കുകയാണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം, ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവില് പ്രൊഫഷണൽ സെറ്റിംഗ്സിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മളുടെ ഈ പറയുന്ന ഫീൽഡ് റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യം നമ്മൾ വേറൊരാളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതുപോലുള്ള സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് എഴുതുമ്പം ജസ്റ്റ് ഒരു എഴുത്ത് എന്നത്, ഇപ്പം നമ്മൾ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ റിപ്പോർട്ട് കാണാറുണ്ട് അല്ലേ. അപ്പൊ ജസ്റ്റ് ഒരു റൈറ്റിംഗ് എന്നതിനപ്പുറത്തേക്ക് അതിലെന്തെങ്കിലും ഒരു തിങ്ക് ചെയ്യാനുണ്ടായിരിക്കണം, എന്തെങ്കിലും ചിന്തകൾ ഉയർത്തുന്ന തരത്തിലായിരിക്കണം, നമ്മളുടെ ഒബ്സർവേഷൻ ക്ലിയർ ആയിരിക്കണം, നമ്മൾ കൃത്യമായി നമ്മുടെ ഫൈൻഡിങ്സ് ഒരു അടുക്കും ചിട്ടയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ അങ്ങനെയുള്ള പർപ്പസ് ഓഫ് റിപ്പോർട്ട് എന്തൊക്കെയാണ്, മെയിൻ പർപ്പസ് ഓഫ് റിപ്പോർട്ട് റൈറ്റിംഗ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രത്യേകിച്ച് നമ്മൾ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു റിസർച്ച് കോണ്ടെക്സ്റ്റിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു റിപ്പോർട്ട് സമർപ്പിച്ചാൽ അത് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യും സൊസൈറ്റിയിൽ എന്നുള്ളതാണ്. റിപ്പോർട്ട്സ് ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഒന്നാമത്തത്, തീരുമാനങ്ങളിൽ എത്താൻ വേണ്ടി ഈ റിപ്പോർട്ട്സ് സഹായിക്കും എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള വളരെ കൃത്യതയോടുകൂടിയുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ ജനങ്ങൾക്കായിക്കോട്ടെ ആ റിപ്പോർട്ടിന് മുകളിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ പറയാം, നമ്മളെ കുറച്ച് മുന്നേ ഒക്കെ ഒരു ഹെൽത്ത് സർവേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സ്ത്രീകളുടെ ഇടയിലുള്ള പ്രത്യേകിച്ച്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീകളുടെ ഇടയിലുള്ള ജീവിതശൈലി
രോഗങ്ങളെ കുറിച്ച് ഒരു സർവേ നടത്തി നമ്മൾ റിപ്പോർട്ട് സമർപ്പിക്കുകയാണെങ്കിൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പുതിയ പുതിയ പോളിസീസ് എടുക്കാൻ വേണ്ടി പറ്റും അല്ലെ? എത്രത്തോളം ആൾക്കാരുടെ ഇടയിൽ ജീവിതശൈലി രോഗമുണ്ട്, അപ്പൊ ഇൻ ഫ്യൂച്ചർ അവർ എന്തെങ്കിലും മീൻസ് ഡിസിഷൻ എടുക്കണോ? അപ്പൊ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും. റിപ്പോർട്ട്സ് ഹെൽപ്പ് ഐഡന്റിഫൈ പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ. പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി റിപ്പോർട്ട്സ് ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്. പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിനൊരു പരിഹാര മാർഗങ്ങളും. ഇപ്പൊ ചില ടൈം ചില ടീം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഇഷ്യൂ ഒക്കെ പഠനത്തിന് ഏൽപ്പിക്കില്ല, പരിശോധിക്കാൻ ഏൽപ്പിക്കും. ഇന്നൊരു ഇഷ്യൂ നടന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറയും. അവരെന്താ ചെയ്യുന്നത്? ഡാറ്റ കളക്ട് ചെയ്ത് സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് ഒരു റിപ്പോർട്ടും അതിന്റെ പ്രോബ്ലം എന്താണ്, അതിനൊരു സജഷൻ എന്നതാന്ന് പറഞ്ഞ് അവർ സബ്മിറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ റോഡ് ആക്സിഡൻസ് കൂടുന്നു. ഇപ്പൊ എന്തുകൊണ്ട് റോഡ് ആക്സിഡൻസ് കൂടുന്നു? ഇപ്പൊ ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവര് സജഷൻസും റെക്കമെൻഡേഷൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ പ്രശ്നം ഐഡന്റിഫൈ ചെയ്യാനും അതിന്റെ സൊല്യൂഷനും സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. തേർഡ് വൺ, നമ്മളുടെ ഒരു കോമ്പീറ്റൻസ് കാണിക്കാൻ വേണ്ടി, അതായത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ എഴുതുവാണെങ്കിൽ നമ്മളെ ഒബ്സർവേഷൻ, നമുക്ക് എത്രത്തോളം ക്രിറ്റിക്കലി തിങ്ക് ചെയ്യാനുള്ള കഴിവുണ്ട്, നമ്മളെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തികൾക്കാണ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നല്ല രീതിയിലുള്ള റിപ്പോർട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഒരു സ്കില്ലാണത്, നാളെ പ്രത്യേകിച്ച് സോഷ്യോളജി ഫീൽഡിൽ പഠിക്കുന്നവർക്ക് നാളെ ഒരു തൊഴിൽ മേഖലയിൽ പോയാലും അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഇടയിലായാലും നമ്മൾ ആ ഒരു റിസർച്ച് റിപ്പോർട്ട് നല്ല രീതിയിൽ ചെയ്യാന്ന് പറയുന്നത് നല്ലൊരു സ്കില്ലാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഒരു റിപ്പോർട്ട് വായിച്ചാൽ തന്നെ അറിയാം എത്രത്തോളം നമ്മൾ അതിൽ കേപ്പബിൾ ആണ്, എത്രത്തോളം നമ്മൾ അത് സീരിയസ് ആയി എടുത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ റിപ്പോർട്ട്സ് ഹെൽപ്പ് ഓർഗനൈസേഷൻസ് ഗ്രോ. ഒരുപാട് NGOസും ഒരുപാട് ഓർഗനൈസേഷൻസ് ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ? അപ്പൊ അവർക്ക് ഒരു റിപ്പോർട്ട്, അവരുടെ നമ്മളൊരു പഠനം നടത്തിയ ഒരു റിപ്പോർട്ട് അവർക്ക് ലഭിക്കുവാണെങ്കിൽ, അല്ലെ അവരൊരു സ്റ്റഡി നടത്തുവാണെങ്കിൽ ഒരു റിപ്പോർട്ട് അവർക്ക് കിട്ടുവാണെങ്കിൽ അവർക്ക് പുതിയ പുതിയ അവയർനെസ് പ്രോഗ്രാമും പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ ഇടപെടലിനുള്ള സാധ്യതകൾ ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ നമ്മുടെ ഫ്യൂച്ചർ കരിയറിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സോഷ്യോളജി ഒക്കെ മേജർലി പറയുകയാണെങ്കിൽ ഒരു റിസർച്ച് ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ് അല്ലെ? ഒരു ആപ്ലിക്കേഷൻ ലെവൽ, ഒരു നമ്മൾ പഠിക്കുന്ന ക്ലാസ് റൂമിൽ പഠിക്കുന്ന തിയറിയുടെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന റിസർച്ച് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ റിപ്പോർട്ട്സ് റൈറ്റിംഗിന്റെ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യാനുള്ള കഴിവ്, നമ്മൾ കണ്ട കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക, വളരെ കൃത്യതയോടുകൂടി എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ നല്ലൊരു ക്വാളിറ്റീസ് ആണ്. അപ്പൊ നാളെ ഒരു ഫ്യൂച്ചർ തൊഴിൽ തേടി പോകുമ്പോൾ അവരും നമ്മളുടെ ഈ ക്വാളിറ്റീസിന് വാല്യൂ തരുന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ജനങ്ങളെ കുറിച്ച്, സ്ഥലങ്ങളെ കുറിച്ച്, ഇവന്റ്സിനെ കുറിച്ച് ഇതൊക്കെ വളരെ കൃത്യമായി നമ്മൾ സോഷ്യൽ സയൻസ് റിസർച്ചിൽ സ്പെസിഫൈ ചെയ്യും. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഡാറ്റ, നമ്മൾ ഒബ്സർവേഷനിൽ ലഭിച്ചിരിക്കുന്ന ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോമൺ പാറ്റേൺസ്, ലിങ്ക്, റിസർച്ച് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ഈ ഫീൽഡ് റിപ്പോർട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അടുത്തത് സ്റ്റേജസ് ഓഫ് റിപ്പോർട്ട് റൈറ്റിംഗ്. റിപ്പോർട്ട് റൈറ്റിംഗിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്? ഇപ്പൊ റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പ് അല്ല. റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പ് അല്ല എന്നുള്ളത് ഓർമ്മിക്കുക. റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പ് അല്ല. ഇതിൽ എന്തൊക്കെയുണ്ട്? ഒന്ന്, ഡാറ്റ കളക്ഷൻ. എന്താണ് ഡാറ്റ കളക്ഷൻ നമ്മൾ ചെയ്യുന്നത്? ഡാറ്റ കളക്ഷനിൽ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്? ഫീൽഡ് ഒബ്സർവേഷനിലൂടെ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്റർവ്യൂസിലൂടെ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ട്. എക്സിസ്റ്റിംഗ് റിപ്പോർട്ട്സ് അല്ലെങ്കിൽ സർവേയിലൂടെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ബുക്സ്, ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സെക്കൻഡറി സോഴ്സസിലൂടെ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. രണ്ട്, ലഭിച്ചിരിക്കുന്ന ഡാറ്റ നമ്മൾ പ്രോസസ് ചെയ്യും. ഈ റോ ഡാറ്റയെ നമ്മൾ യൂസ്ഫുൾ ഫോർമാറ്റ് ആക്കി മാറ്റും. മൂന്ന്, ഈ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യണം? പ്രസന്റ് ചെയ്യണം. ഏതിലൂടെയാണ് നമ്മൾ നമ്മളെ ഡാറ്റയെ പ്രസന്റ് ചെയ്യുക? ടേബിൾ ഫോർമാറ്റിലാവാം, ചാർട്ട് ആവാം, ഗ്രാഫ് ആവാം, അതുപോലെ തന്നെ മാപ്പ് ആവാം, ഡയഗ്രാംസ് ആവാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡാറ്റ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പസിൽ സോൾവ് ചെയ്യുന്ന പോലെയാണ്. ഒരു പസിൽ ഒരുപാട് പീസസ് ഓഫ് സാധനങ്ങൾ, ഡാറ്റാസ് നമ്മളെ കയ്യിലുണ്ട്. ഇതിനൊക്കെ നമ്മൾ പ്രോപ്പറായി അറേഞ്ച് ചെയ്താൽ മാത്രമാണ് നല്ലൊരു റിപ്പോർട്ടായി മാറുന്നത്. അപ്പൊ അതൊരു സ്കില്ലാണെന്നുള്ളതാണ് പറയുന്നത്. അടുത്തത്
നമ്മൾ ഈ ഫീൽഡ് റിപ്പോർട്ട് റൈറ്റിംഗ് വിത്ത് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി. അതായത് നമ്മൾ ഫീൽഡ് റിപ്പോർട്ട് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു സോഷ്യോളജിക്കൽ ഫീൽഡ് റിപ്പോർട്ട് അല്ലെങ്കിൽ സോഷ്യൽ വർക്കിലൊക്കെ ഫീൽഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ ഫീൽഡ് വർക്കർ നമ്മൾ എന്താണോ കണ്ടിട്ടുള്ളത്, നമ്മൾ എന്താണോ കേട്ടിട്ടുള്ളത്, നമ്മൾ എന്താണോ അനുഭവിച്ചിട്ടുള്ളത്, ഒരു റിയൽ ലൈഫ് സെറ്റിങ്ങിൽ കണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ ഫീൽഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റെക്കോർഡ് മാത്രമല്ല, അവർ റിസർച്ചറിനെ എന്ത് ചെയ്യും, റിഫ്ലക്ഷൻ വേണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അനലൈസ് ചെയ്യും, സാമൂഹിക ലോകത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക വളരെ കെയർഫുൾ ആയിട്ടുള്ള ഒരു അറ്റൻഷൻ ആവശ്യമാണ്. കോണ്ടെക്സ്റ്റ്, ഇമോഷൻസ്, ഇന്ററാക്ഷൻസ്, ഇതൊക്കെ ആവശ്യമാണ്. ഫീൽഡ് വർക്കർക്ക് ഒരുപാട് റോൾ ഉണ്ട്. ഫീൽഡ് വർക്കർ ഒരുപാട് റോൾ ചെയ്യുന്നുണ്ട്. എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യണം, അല്ലെ? അവരെ പെർമിഷനോട് കൂടിയുള്ള ഡാറ്റാസ് മാത്രമേ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. നമ്മളെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവും ആവാം, അനലിറ്റിക്കലും ആവാം. നമ്മൾ പറഞ്ഞു, ഇൻഫർമേഷനലും ആവാം, അനലിറ്റിക്കലും ആവാം. പക്ഷെ ഏത് തരത്തിലുള്ള റിപ്പോർട്ട് ആയാലും വളരെ കൃത്യതയോടുകൂടി ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ആ റിപ്പോർട്ട് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മൾ കൃത്യമായ കാര്യമാണ് നൽകുന്നത് എന്നുള്ള റെസ്പോൺസിബിലിറ്റിന്റെ മുകളിലുള്ള റിപ്പോർട്ടിംഗ് ആയിരിക്കണം. അത് നമുക്ക് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ട് തയ്യാറാക്കാം. അതായത് നമ്മള് ഫീൽഡ് റിപ്പോർട്ട് ഇൻഡിവിജ്വൽ പഠനത്തിൽ ചെയ്യാം, നമ്മളൊരു കമ്മ്യൂണിറ്റി പഠനത്തിൽ ചെയ്യാം, ഒരു ഗ്രൂപ്പ് പഠനത്തിലും ഉണ്ടാകും. ഇപ്പൊ നമ്മൾ ആരെയാണ് ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡിവിജ്വൽ ആണോ, ഗ്രൂപ്പുമായിട്ടാണോ നമ്മൾ എൻഗേജ് ചെയ്യുന്നത്, അല്ല കമ്മ്യൂണിറ്റി ആയിട്ടാണോ എന്നുള്ളതാണ്. അപ്പൊ ലെവൽസ് ഓഫ് ഫീൽഡ് എൻഗേജ്മെന്റ് ഇൻ ഫീൽഡ് റിപ്പോർട്ട് റൈറ്റിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഫീൽഡ് റിപ്പോർട്ട് റൈറ്റിംഗിലെ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇൻഡിവിജ്വൽ ലെവലാണ്. ഇൻഡിവിജ്വൽ ലെവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആരെയാണ് പഠനവിധേയമാക്കുന്നത്, ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ പഠനവിധേയം ആക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫോക്കസ് ഏരിയ ആരായിരിക്കും, ഒരു പേഴ്സൺ ആയിരിക്കും, ഒരു ഇൻഡിവിജ്വൽ ആണെന്ന് നമ്മൾ ഒരു വ്യക്തിനെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിരിക്കും. ആ വ്യക്തിയുടെ അനുഭവം, ആ വ്യക്തിയുടെ ചിന്ത, ആ വ്യക്തിയുടെ ഇമോഷൻസ്, ആ വ്യക്തിയുടെ സ്വഭാവം ഒക്കെ ആയിരിക്കും നമ്മൾ ഇൻഡിവിജ്വൽ ലെവലിൽ നമ്മൾ പഠനവിധേയമാക്കുന്നത്. എന്ത് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം, ഇൻഡെപ്ത്, വളരെ ആഴത്തിലുള്ള ഇന്റർവ്യൂകളിലൂടെ നമുക്ക് പഠനം നടത്താം, കേസ് സ്റ്റഡിയിലൂടെ നമ്മൾ പഠനം നടത്താം, ലൈഫ് ഹിസ്റ്ററി നറേറ്റീവ്സിലൂടെ നമുക്ക് പഠനം നടത്താം. ഈ മെത്തേഡുകളൊക്കെ നമ്മൾ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഭിന്നശേഷിയുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ ആ കുട്ടികളുടെ ഒരു ലെവലിലൊക്കെ നമ്മളൊരു പഠനം നടത്തുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു കുട്ടിയുടെ അനുഭവം, ആ കുട്ടിയുടെ ചിന്ത, ആ കുട്ടിയുടെ ഇമോഷൻ, സ്വഭാവം ഒക്കെ ആയിരിക്കും നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതൊരു ഇൻഡിവിജ്വൽ ലെവലിലുള്ള പഠനമാണ്. ഇവിടെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ആ ഒരു കുട്ടിയാണ്. അപ്പൊ അതിൽ നമുക്ക് ആ കുട്ടീനെ ഏത് രീതിയിൽ പഠിക്കാം, ഇൻഡെപ്ത് ഇന്റർവ്യൂ, നമുക്ക് ഒരു ഭിന്നശേഷി കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇൻഡെപ്ത് ഇന്റർവ്യൂ ആ കുട്ടിയെ നമുക്ക് ചെയ്യാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് കേസ് സ്റ്റഡീസ് നടത്താം, അല്ലെ? ആ കേസിന് നമുക്ക് അവരെ പാരന്റ്സും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നിന്നൊക്കെ എടുത്തിട്ട് ഒബ്സർവേഷനിലൂടെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കേസ് സ്റ്റഡി നടത്താൻ വേണ്ടി പറ്റും. ലൈഫ് ഹിസ്റ്ററി നറേറ്റീവ്സ്, ഇൻഡെപ്ത് ഇന്റർവ്യൂ, കേസ് സ്റ്റഡി, ഇത് മൂന്നുമാണ് നമ്മൾ മേജർലി എന്ത് ചെയ്യുന്നത്, ഒരു ഇൻഡിവിജ്വൽ ലെവൽ പഠനത്തിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഓർമ്മിക്കും. അപ്പൊ നമ്മൾ ഇതിന്റെ പേർപ്പസ് എന്താ, ആ ഇൻഡിവിജ്വലിന് എങ്ങനെ സാമൂഹിക യാഥാർത്ഥ്യത്തെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, അവരുടെ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളൊരു പേർപ്പസ്. എക്സാമ്പിൾ നേരത്തെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു സിംഗിൾ മദർ, അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്, ഹെൽത്ത് കെയർ സർവീസസ് കിട്ടാൻ അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻഡിവിജ്വൽ ലെവൽ പഠനമാണ് എന്നുള്ളത് ഓർമ്മിക്കും. അപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ ലെവലിലുള്ള പഠനമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തരത്തിലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മളൊരു ഗ്രൂപ്പിനെയാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കും, ഒരു സ്മോൾ ഗ്രൂപ്പിനെ നമ്മൾ പഠിക്കുന്നത്, അവർ നമ്മളെ മെത്തേഡ് യൂസ്ഡ് എന്താ, സ്മോൾ ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആരെ കുറിച്ചൊക്കെ പഠിക്കുന്നു, ഫാമിലീസ്, പിയർ ഗ്രൂപ്പ്, അതായത് ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ്, വർക്ക് ടീം, IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീം ഓഫ് ആൾക്കാർ നമ്മൾ പഠിക്കും. അപ്പൊ അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക,
ഫോക്കസ്ഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ. അതായത് നമ്മളെ ഫോക്കസ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന്റെ ഇടയിൽ നമ്മളൊരു ഡിസ്കഷൻ നടത്തുന്നു, ഗ്രൂപ്പായിട്ട് നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒബ്സർവേഷൻ, അല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്. ഈ മെത്തേഡുകളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്മോൾ ഗ്രൂപ്പിന്റെ ഡൈനാമിക്സ് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അവരുടെ ഒരു ഡൈനാമിക്സ്, അവരെങ്ങനെ പരസ്പരം ഇടപഴകുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ ഗ്രൂപ്പ് ലെവലിലുള്ള പഠനം. അപ്പോ ഇതിന്റെ നമ്മുടെ പേർപ്പസ് എന്താ? ഒരു ഗ്രൂപ്പിന്റെ ബന്ധം, അവരെ വാല്യൂസ് എന്തൊക്കെയാ, റോൾ എന്തൊക്കെയാ, അവരെങ്ങനെ തീരുമാനം എടുക്കുന്നു ഒക്കെയുള്ള നമ്മൾ പഠിക്കും. ഒരു ഫാമിലിനെ കുറിച്ച് പഠിക്കും. ഇപ്പൊ ഒരു ഫാമിലിയില് ഇപ്പം പാരന്റ്സ് ചിൽഡ്രൻ റിലേഷൻഷിപ്പ്, അവരുടെ ഒരു ഇടപഴകൽ, അതൊക്കെ നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. സ്കൂളിലെ കുട്ടികൾ എങ്ങനെ കോപ്പറേറ്റ് ചെയ്യുന്നു പരസ്പരം, അതൊക്കെ നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ലെവൽ സ്റ്റഡിയിലൂടെ പഠനം നടത്തും. മൂന്നാമതായിട്ട് കമ്മ്യൂണിറ്റി ലെവൽ. കമ്മ്യൂണിറ്റി ലെവൽ എന്ന് പറയുന്നത് എങ്ങനെയാ വരുന്നത്? കുറച്ചും കൂടെ വൈഡർ ആയിട്ടുള്ള ഒരു സോഷ്യൽ സെറ്റിങ്ങിലായിരിക്കും അല്ലെ. ഒരു നെയ്ബർഹുഡ് അല്ലെങ്കിൽ ഒരു വില്ലേജ്, ഗ്രാമത്തിനെ കുറിച്ചൊക്കെ പഠനം നടത്തുന്നു. നമുക്ക് അതൊക്കെ നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. നമ്മൾ പറഞ്ഞു, ഇപ്പൊ ട്രൈബൽസിനെ കുറിച്ചൊക്കെ പഠിക്കും, ഗോത്രവർഗ വിഭാഗത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പൊ സ്വാഭാവികമായി അതെന്താ, ഒരു കമ്മ്യൂണിറ്റി ലെവൽ, ആ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിനെ നമ്മൾ പഠിക്കുന്നത്, അതിന്റെ വ്യക്തികളെയല്ല നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, അതായത് നമ്മൾ അവരിൽ ആ ഒരു സ്ഥലത്ത്, പെർട്ടിക്കുലർ സ്ഥലത്ത് പോയി ആ കമ്മ്യൂണിറ്റിയിൽ ഒരു അംഗമായി മാറി, അംഗത്തെ പോലെ പെരുമാറി ആ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കുന്നു എന്നുള്ളതാണ്. ഇന്റർവ്യൂ ഒക്കെ ആയിരിക്കും, നമ്മൾ ഒബ്സർവേഷനും ഇന്റർവ്യൂ ഒക്കെയാണ് നമുക്ക് കീ ആയിട്ടൊരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ അവരുടെ ഒരു കളക്റ്റീവ് ബിഹേവിയർ എങ്ങനെയാ, കൾച്ചറൽ പ്രാക്ടീസസ് എങ്ങനെയാ, ലീഡർഷിപ്പ് പാറ്റേൺ എങ്ങനെയാ വരുന്നത്, സോഷ്യൽ സ്ട്രക്ചേഴ്സ് എങ്ങനെയാ വരുന്നത്, ഇതൊക്കെ പഠിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ പർപ്പസ്. എക്സാമ്പിൾ, ഒരു വില്ലേജിന്റെ റെസ്പോൺസ്, ഗവൺമെന്റ് സാനിറ്റേഷൻ പ്രോഗ്രാമിനോട് വില്ലേജ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ്. അപ്പൊ അതൊക്കെ ഒരു കമ്മ്യൂണിറ്റി ലെവൽ സ്റ്റഡിയാണ്, അപ്പൊ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ 3 ലെവലിലാണ് എന്ത് നടക്കുന്നത്? നമ്മളുടെ ഫീൽഡ് റിപ്പോർട്ട് ലെവല് നടക്കുന്നത്. 3 ലെവൽ, ഇൻഡിവിജ്വലിന്റെ ഒരു ലെവലിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും, നമ്മൾ കമ്മ്യൂണിറ്റികളെ പഠിച്ചിട്ട് നമുക്ക് റിപ്പോർട്ട് വെക്കാൻ വേണ്ടി പറ്റും, അതുപോലെ ഗ്രൂപ്പിന്റെ ഇടയിൽ നമുക്ക് പഠനം നടത്താൻ വേണ്ടി പറ്റും. അപ്പൊ ഫീൽഡ് എൻഗേജ്മെന്റ് 3 ലെവലിലാണ് നടക്കുന്നത്. ഒന്ന് ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റി. ഒരു ഇൻഡിവിജ്വൽ ലെവലിലാണെങ്കിൽ ഫീൽഡ് വർക്കർ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഒരു പേഴ്സണിന്റെ എക്സ്പീരിയൻസസിനായിരിക്കും, അവരെ തോട്ട്, അവരെ പ്രശ്നം. ഇന്റർവ്യൂ ആവാം, കേസ് ഹിസ്റ്ററി, കൗൺസിലിംഗ് സെഷനിലൂടെയൊക്കെ നമുക്കത് പഠനം നടത്താം. അപ്പോൾ അവര് ഇൻഡിവിജ്വലിന് എങ്ങനെയാണ് അവരെ ജീവിതത്തിന് അവർ കൊടുക്കുന്ന അർത്ഥം എന്താണ്, അവർ കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള ലോകം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇമോഷണൽ റെസ്പോൺസസ്, അവർ നേരിടുന്ന പേഴ്സണൽ ആയിട്ടുള്ള വെല്ലുവിളികൾ, അവർക്ക് യുണീക്ക് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ജീവിത കഥകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ മെത്തേഡിൽ നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പോവേർട്ടി, ദാരിദ്ര്യം കണ്ടെത്താൻ, ഡിസ്ക്രിമിനേഷൻ, ഒഴിവാക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഡിസ്ക്രിമിനേഷൻ ഈ ഒഴിവാക്കപ്പെടുന്ന പല വിഭാഗം ആൾക്കാരുണ്ടാവും. അപ്പൊ അവരുടെ കുറിച്ചൊക്കെ നമ്മൾ പഠനം നടത്തുവാണെങ്കിൽ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ സ്റ്റഡി നടത്താൻ വേണ്ടി പറ്റും. ഫാമിലി, ഇപ്പോൾ ഡിവോഴ്സിന്റെ കേസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി ലെവലിലാണെങ്കിലോ ഫോക്കസ് പേഴ്സണലിൽ നിന്ന് കളക്റ്റീവിലേക്ക് മാറും. ഗ്രൂപ്പ് ലെവൽ എൻഗേജ്മെന്റ്, ഫാമിലിനെ ഒബ്സർവ് ചെയ്യാം, സ്റ്റുഡന്റ് ഗ്രൂപ്പ്സിനെ ഒബ്സർവ് ചെയ്യാം, വർക്ക് പ്ലേസ് ടീമിനെ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ അതിൽ വരുന്നതാണ്. ഒരു കമ്മ്യൂണിറ്റി ലെവൽ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ഫെർദർ പോകും അല്ലെ, കുറച്ചും കൂടെ സോഷ്യൽ, ലാർജർ ആയിട്ടുള്ള ഒരു സോഷ്യൽ സെറ്റിംഗ് ആണ്. അപ്പൊ ഫീൽഡ് വർക്കർ അവരുടെ കൾച്ചറൽ പ്രാക്ടീസ്, ലീഡർഷിപ്പ് സ്ട്രക്ചേഴ്സ്, റിച്വൽസ്, കോമൺ ചാലഞ്ചസ് ഓഫ് കമ്മ്യൂണിറ്റി ഫേസിങ്, ഇതൊക്കെ വരും. ഇപ്പൊ റൈറ്റിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത് സോഷ്യൽ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, റിസോഴ്സ് ഗ്യാപ്പ് കണ്ടെത്താൻ വേണ്ടി ഒക്കെ ആയിരിക്കും ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ ലക്ഷ്യമിടുന്നത്. അടുത്തത് ഇത്രയാണ് അതിന്റെ ഒരു ഫീൽഡ് ഓരോ ലെവലിൽ, ഓരോ തരത്തിലുള്ള എൻഗേജ്മെന്റ് വരുമ്പോൾ നമ്മൾ ഫീൽഡ് റിപ്പോർട്ട് റൈറ്റിംഗിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വരുന്നത്. ഇനിയാണ് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഗൈഡ് ലൈൻ. എങ്ങനെ നമ്മൾ ഒരു എഫക്റ്റീവ് ഫീൽഡ് റിപ്പോർട്ട് തയ്യാറാക്കും? ഗൈഡ് ലൈൻ ഫോർ റൈറ്റിംഗ് ആൻഡ് എഫക്റ്റീവ് ഫീൽഡ് റിപ്പോർട്ട്. അപ്പൊ ഒരു ഫീൽഡ് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളത് എപ്പോഴും ഒരുപോലെ ആവണം എന്നില്ല. വ്യത്യസ്തമായ രീതികളിലൂടെ നമുക്ക് ഫീൽഡ് റിപ്പോർട്ട് തയ്യാറാക്കാം. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടെക്നിക്സുകൾ ഉണ്ട്. അതാണ് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുന്നത്. അതിലൊന്നാണ് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക. നമ്മൾ എഴുതി തുടങ്ങുന്നതിന് മുന്നേ നമ്മളൊരു തയ്യാറെടുപ്പ് നടക്കുക. ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി നമ്മൾ എങ്ങനെ ചെയ്യുന്നു, നമ്മൾ എന്ത് ഡാറ്റാസ് നമ്മുടെ കയ്യിലുണ്ട്, നമ്മളുടെ ഒരു എന്തൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി വെക്കും.
ഇൻട്രൊഡക്ഷൻ, ആ ഒരു അടുത്ത ഇപ്പൊ ഒരു ഈ പറയുന്ന പോലെ ഒരു വിമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനൊക്കെ നമ്മൾ പഠിക്കുവാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, നമ്മളൊരു മീറ്റിംഗ് പ്രോസസ്സ് നടക്കണം, ഈ മെമ്പേഴ്സിന്റെ റോൾ എഴുതണം, കീ തീംസ് എഴുതണം, ഇങ്ങനെയുള്ള ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ച് എഴുതണം, നമ്മളെ റെക്കമെൻഡേഷൻസ് എഴുതണം. അങ്ങനെ ഒരു പോയിന്റ്സ് നിങ്ങൾ തയ്യാറാക്കി വെക്കുക. ഒരു ടൈം പ്ലാൻ ഉണ്ടാക്കുക. ഇപ്പോൾ ഫീൽഡ് റിപ്പോർട്ട് ഡെഡ് ലൈൻ ഉണ്ടാവും അല്ലേ? നമ്മളിപ്പം യൂണിവേഴ്സിറ്റി ആയാലും നമുക്ക് കൃത്യമായ ഒരു ഡെഡ് ലൈൻ തരും, ഇത്ര തീയതിക്കുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പൊ നമ്മളൊരു ടൈം, ഒരു ലാസ്റ്റ് മിനിറ്റ് സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, ഒരു ടൈം പ്ലാൻ ഉണ്ടാക്കുക. നമ്മളെ ഒരു ഡിവൈഡ് ചെയ്യുക. ഇത്ര തീയതിക്കുള്ളിൽ നമ്മൾ ഇന്ന സ്റ്റേജ് ചെയ്യും, അടുത്ത തീയതിക്കുള്ളിൽ നമ്മൾ ഡാറ്റ റിവ്യൂ ചെയ്യണം, റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം, എഡിറ്റിംഗ് ചെയ്യണം. അപ്പൊ നമ്മൾ നമ്മളതായ രീതിയിൽ ഒരു ഡെഡ് ലൈൻ ഉണ്ടാക്കിയാൽ നമുക്ക് എന്തുണ്ടാവില്ല, ഡിലേ ഉണ്ടാവില്ല. ഓർഗനൈസ് ദ ഡാറ്റ. ഡാറ്റ എന്ത് ചെയ്യണം, പല രീതിയിലായിരിക്കും അല്ലെ? നമ്മൾ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടാവും, ഒബ്സർവേഷൻ ഉണ്ടാവും, ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടാവും. ഇതിനെയൊക്കെ നമ്മൾ ഒന്നാക്കി മാറ്റണം, ചേർത്ത് കൊണ്ടുവരണം. അതായത് നമുക്ക് ആദ്യം നമ്മൾ ഈ ഡാറ്റനെ ക്ലീൻ ചെയ്യണം. നമുക്ക് ബൾക്കായിട്ടുള്ള ഡാറ്റ ആയിരിക്കും, നമുക്ക് ആവശ്യമുള്ളത് മാത്രം ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു ലോജിക്കൽ ഓർഡറിൽ, മറ്റൊരാൾ വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ ഒരു ലോജിക്കൽ ഓർഡറിൽ അത് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഒരേ തീമുള്ളത് ഒന്നിച്ചു കൊണ്ടുവച്ച്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരു തീമുള്ള കാര്യങ്ങളൊക്കെ ഒന്നിച്ച് അറേഞ്ച് ചെയ്യുക, കോഡിങ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഡാറ്റ ഓർഗനൈസ് ചെയ്ത് വെക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, എഴുതി തുടങ്ങുക, സ്റ്റാർട്ട് റൈറ്റിംഗ്. റിപ്പോർട്ട് എഴുതാന്ന് വെച്ചാൽ ഒരു ടഫ് പ്രൊസീജിയർ ആയിരിക്കും, പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് ഈസിയർ ആയി മാറും എന്നുള്ളതാണ്. അപ്പൊ ഒരു കോൺഫിഡൻസ് എടുത്ത് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസോടുകൂടി ബിൽഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പ്രത്യേകിച്ച് ഡാറ്റ നമ്മൾ കയ്യിൽ കിട്ടിയ ആ ചാപ്റ്റേഴ്സ് നമുക്ക് എഴുതാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലേക്ക് മേ ബി തിരിച്ചു വന്നിട്ട് എഴുതുകയും ചെയ്യാം. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ എഴുതുമ്പോൾ നമുക്ക് ചിലപ്പോൾ മൂവ് ആവാത്ത പോലെ തോന്നും. അപ്പൊ ആ ഒരു പോയിന്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യൂ, ആ സെക്ഷൻ അവിടെ വെക്കൂ. നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ കയ്യിൽ ഡാറ്റയുള്ള റിപ്പോർട്ടിംഗ് ആൻഡ് അനാലിസിസ് എഴുതി വെക്കൂ. വീണ്ടും നമുക്ക് പിന്നീട് തിരിച്ച് നമ്മൾ ഇൻട്രൊഡക്ഷനിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. പ്രിപ്പയർ എ ഡ്രാഫ്റ്റ്. ഒരു ഫസ്റ്റ് വേർഷൻ എന്നുള്ള രീതിയിൽ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെക്കും, ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. നമ്മൾ ഓരോ ഡേയ്സും ഫ്രഷ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവോട്, കാഴ്ചപ്പാടോട് കൂടി ഇതിനെ വായിച്ച് നമുക്ക് തന്നെ പലതും മിസ്സിങ് തോന്നും, പലതും ആഡ് ചെയ്യണം തോന്നും, പലതും കളയണം തോന്നും. അപ്പൊ ആ ഒരു ടൈം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡ്രാഫ്റ്റ് നമുക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. റിവൈസ് ആൻഡ് റീറൈറ്റ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഡ്രാഫ്റ്റ് ഉണ്ട്, നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഗ്രാമർ, സ്ട്രക്ചർ, ഫോർമാറ്റിംഗ് ഇറർ, ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കുന്ന ഒരു പ്രോജക്ട് റിപ്പോർട്ടൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് എന്തുണ്ട്, കൃത്യമായിട്ട് ഒരു ഗൈഡ് ലൈൻ തരും. നമ്മൾ ആ യൂണിവേഴ്സിറ്റിയിൽ വെക്കേണ്ട പ്രോജക്ട് റിപ്പോർട്ടിന് പോലും നമുക്ക് എന്തുണ്ട്, കൃത്യമായ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോണ്ട്, ടൈപ്പ് ചെയ്യുമ്പോൾ ഇത്ര പേജ് ലിമിറ്റ്, അപ്പൊ അങ്ങനെ പല പല ഗൈഡ് ലൈൻസും തരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ലാംഗ്വേജ് കറക്റ്റ് ചെയ്യുക, ഒരു ഫ്ലോയിലാണ് ഇത് പോകുന്നതെന്ന് ഉറപ്പുവരുത്തുക, ലോജിക് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഏതെങ്കിലും പാരഗ്രാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും റീസ്ട്രക്ചർ ചെയ്യണോ, സ്ട്രെങ്തൻ ചെയ്യണോ, അതൊക്കെ എന്ത് ചെയ്യുക, നമ്മളൊരു വായനക്കാരനാണ്, പുറമേ ഉള്ള ഒരാളാണെന്നുള്ള രീതിയിൽ കണ്ട് വായിച്ച് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഫീൽഡ് റിപ്പോർട്ടിന്റെ കോമ്പണൻസ് ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ഫീൽഡ് റിപ്പോർട്ടിന്റെ കോമ്പണൻസ്. ഒരു നല്ല വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ് റിപ്പോർട്ടിന് 3 മെയിൻ പാർട്ടാണ് ഉണ്ടാവുന്നത്. ഒന്ന് പ്രിലിമിനറി സെക്ഷൻ, 2 അതിന്റെ ഒരു മെയിൻ ടെക്സ്റ്റ് ഉണ്ടാവും, 3 സപ്ലിമെന്ററി മെറ്റീരിയൽ ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ നോക്കാം ഒരു പ്രിലിമിനറി സെക്ഷനിൽ എന്തൊക്കെയാ വരുന്നത്. അപ്പൊ ഒരു റിപ്പോർട്ടിന്റെ, ഒരു ഫീൽഡ് വർക്ക് റിപ്പോർട്ടിന്റെ കോമ്പണൻസ് എന്താണെന്ന് ചോദിച്ചാൽ മേജർ നമുക്ക് 3 എണ്ണം പറയാൻ പറ്റും. പ്രിലിമിനറി, മെയിൻ ടെക്സ്റ്റ്, സപ്ലിമെന്ററി മെറ്റീരിയൽ. അപ്പൊ അതിൽ ഓരോ ഹെഡ്ലൈനിലും എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആവുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ പ്രിലിമിനറി സെക്ഷൻ അല്ലെ? പ്രിലിമിനറി ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് സെക്ഷൻ. അപ്പൊ ആ പ്രിലിമിനറി സെക്ഷനിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. പ്രിലിമിനറി സെക്ഷനിൽ മെയിൻ ബോഡി ഉണ്ടാവും അല്ലെ? പ്രിലിമിനറി സെക്ഷനിൽ മെയിൻ ബോഡിക്ക് മുന്നേ ഉള്ള സെക്ഷനെയാണ് നമ്മൾ പ്രിലിമിനറി സെക്ഷൻ എന്ന് പറയുന്നത്. അതിൽ എന്തുണ്ടാവും, ഏറ്റവും ഫസ്റ്റ് ഒരു ടൈറ്റിൽ പേജ് ഉണ്ടാവും. ഇപ്പോൾ ടൈറ്റിൽ പേജിൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്, നമ്മള് റിപ്പോർട്ടിന്റെ ഒരു ടൈറ്റിൽ, നമ്മളൊരു ടൈറ്റിൽ കൊടുക്കും അല്ലെ? ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഒക്കെ ഫ്രണ്ട് പേജ് പോലെ തന്നെ നമ്മളെ പേരുണ്ടാവും, നമ്മളുടെ റോൾ നമ്പർ ഉണ്ടാവും, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, ആൻഡ് ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് സബ്മിഷൻ.
ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, എൻ്റർ ചെയ്തൊരു സംഭവമാണ് ടൈറ്റിൽ. ഇപ്പൊ നമ്മളെ യൂണിവേഴ്സിറ്റി നമ്മുടെ പ്രോജക്ട് ഡിസർട്ടേഷൻ വർക്ക് ഒക്കെ ആണെങ്കിൽ യൂണിവേഴ്സിറ്റി തന്നെ നമുക്കൊരു ടൈറ്റിൽ പേജിന്റെ ഫോർമാറ്റ് തരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് നമ്മുടെ പേരും എൻറോൾമെന്റ് നമ്പർ ടൈറ്റിൽ ഒക്കെ അതിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അതുപോലെ ഒരു ടൈറ്റിൽ പേജ് ഉണ്ടാവും. 2 സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്, നമ്മുടെ ഏത് പ്രോജക്റ്റ് ചെയ്യുമ്പോഴും നമുക്കൊരു ഗൈഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ ഉണ്ടാവും, നമ്മളെ ഒരു ഗൈഡ് ചെയ്യാൻ ഒരു വ്യക്തി ഉണ്ടാവും, നമ്മൾ സജഷൻസ് പറയാൻ, നമ്മളെ കറക്റ്റ് ചെയ്ത് തരാൻ ഒരു ഗൈഡ് ഉണ്ടാവും. അപ്പൊ ആ ഗൈഡ് എന്ത് ചെയ്യണം, ഗൈഡിന്റെ ഒരു പെർമിഷൻ ഫോം, അതായത് ഞാൻ ഇന്ന ലേണറിനെ ഗൈഡ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുള്ള ഒരു സർട്ടിഫിക്കറ്റ്, ഇന്ന വിഷയത്തിൽ ഈ ലേണർ എന്റെ കീഴിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, ഞാൻ അവരെ ഗൈഡ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്. അതും നമ്മുടെ യൂണിവേഴ്സിറ്റിന്റെ കേസിലൊക്കെ അവർ കൃത്യമായ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്. അടുത്ത ആക്നോളജ്മെന്റ്. ആക്നോളജ്മെന്റ്സ് നമുക്ക് ആരോടെങ്കിലും നന്ദി പറയാനുണ്ടെങ്കിൽ, ഈ പ്രോജക്റ്റ് നമ്മളെ സഹായിച്ച പല ആൾക്കാരും ഉണ്ടാവും അല്ലെ, നമ്മുടെ ഗൈഡ് ഉണ്ടാവും, നമ്മളെ ഫ്രണ്ട്സ് ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും, കൂടാതെ നമ്മൾ പോയിട്ടുള്ള ഫീൽഡിൽ ഒരുപാട് പേരുണ്ട്. അപ്പൊ ആരോടെങ്കിലും നമുക്ക് നന്ദി അറിയിക്കാനുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ആക്നോളജ്മെന്റിലാണ് എഴുതുക. പിന്നെ നമ്മൾ ടേബിൾ ഓഫ് കണ്ടന്റ്സ്, എന്തൊക്കെയാണ് ഇതിലെ ഉള്ളടക്കങ്ങൾ. അപ്പം ഏതെങ്കിലും എക്സ്റ്റേണൽ ആയ ഒരു വ്യക്തിക്ക് നമ്മളുടെ ഫൈൻഡിങ്സ് മാത്രം എടുത്ത് നോക്കണമെങ്കിൽ ടേബിൾ ഓഫ് കണ്ടന്റ് നോക്കി നമുക്ക് പേജ് നമ്പർ നോക്കിയിട്ട് എടുക്കാം. അപ്പൊ അതിലൊരു പേജ് ഉണ്ടാവും, സബ് ഹെഡ്സ് ഉണ്ടാവും, ആ പേജ് നമ്പർ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ലിസ്റ്റ് ഓഫ് ടേബിൾസ് ആൻഡ് എന്തൊക്കെ ടേബിൾസും ഫിഗേഴ്സും, അതിൽ എല്ലാ ടേബിളിനും ഫിഗറിനൊക്കെ നമ്മൾ നമ്പറും നെയിമൊക്കെ കൊടുക്കണം. അപ്പൊ അതിന്റെ ഒരു ലിസ്റ്റ്, എത്ര ടേബിൾ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്, ഏതൊക്കെ പേജിൽ, അത് അതിന്റെ ഒരു ഐഡിയ കൊടുക്കുന്ന ഒരു ലിസ്റ്റ് ഓഫ് ടേബിൾ. അപ്പൊ ഇതാണ് പ്രിലിമിനറി സെക്ഷൻ. അപ്പൊ പ്രിലിമിനറി സെക്ഷനിൽ ഒരു ടൈറ്റിൽ ഉണ്ടാവും, ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ആക്നോളജ്മെന്റ് ഉണ്ടാവും, ടേബിൾ ഓഫ് കണ്ടന്റ് ഉണ്ടാവും, ലിസ്റ്റ് ഓഫ് ടേബിൾസ് ആൻഡ് ഫിഗേഴ്സ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് പ്രിലിമിനറിയിൽ വരുന്നത്. അടുത്തത് മെയിൻ ടെക്സ്റ്റ് ഓഫ് ദ റിപ്പോർട്ടാണ്. അതാണ് നമ്മൾ ഏറ്റവും നമ്മളുടേതായ കോൺട്രിബ്യൂഷൻസ് വരുന്നത് അല്ലെ. ഇത്രയും കാര്യം നമ്മളുടെ മേജർ ഫോർമാറ്റുകളൊക്കെ നമുക്ക് ലഭ്യമാകും. പിന്നെ കണ്ടന്റ് ഒക്കെ നമ്മളെ ബോഡി നോക്കി എഴുതിയാൽ മതി. ആക്നോളജ്മെന്റ് നമ്മളതായ പേഴ്സണൽ ഇത് എഴുതുന്നതാണ്. അപ്പൊ നമ്മളുടെ ഒരു മേജർ കോൺട്രിബ്യൂഷൻ വരുന്നത് മെയിൻ ടെക്സ്റ്റ് ഓഫ് ദ റിപ്പോർട്ടാണ്. അതാണ് നമ്മളൊരു റിപ്പോർട്ടിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് ഈ മെയിൻ ടെക്സ്റ്റ് ആണ്. ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ അതിലാണ് വരുന്നത്. അതിലാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഇതില് നമ്മൾ എന്തുണ്ടാവും, ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പൊ ഏത് സ്ഥലത്ത് ആരുടെ ഇടയിൽ നടത്തിയ പഠനം, ഇതിന്റെ എയിം എന്താണ്, പിന്നെ അതുപോലെ തന്നെ ലിറ്ററേച്ചർ റിവ്യൂ. പൊതുവെ നമുക്ക് ലിറ്ററേച്ചർ റിവ്യൂ ചാപ്റ്റർ സെപ്പറേറ്റ്, ഇത് മീൻസ് നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, ഇത് മെയിൻ ആയിട്ടുള്ള ഒരു ജനറലൈസ്ഡ് ഫോർമാറ്റ് ആണ്. ചില ഗൈഡ് ലൈൻസ്, ചില ഇത് പ്രകാരം നമ്മൾ ഡിഫറൻസ് ഉണ്ടാവും. ലിറ്ററേച്ചർ റിവ്യൂ വേറെ തന്നെ ചാപ്റ്റർ കൊടുക്കുന്നത്, ഇൻട്രൊഡക്ഷൻ അല്ലാതെ വേറെ തന്നെ ചാപ്റ്റർ കൊടുക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ അതൊക്കെ ഡിപ്പെൻസ് ഓൺ ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഇൻ ജനറൽ ഒരു ഫോർമാറ്റ് ഇങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിറ്ററേച്ചേഴ്സ്, നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലിറ്ററേച്ചേഴ്സ് ആ ഒരു ചാപ്റ്റർ, ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ ആഡ് ചെയ്യും. അടുത്തത് ഡാറ്റ പ്രസന്റേഷനും അനാലിസിസും. നമ്മളെ ഫൈൻഡിങ്സ് നമുക്ക് ടേബിൾസ് ഉപയോഗിച്ച്, ഡാറ്റ ഉപയോഗിച്ച് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ പഠനം നടത്തിയതിൽ ജെൻഡർ ഒരു ഹെഡിങ് ആണ്, സെക്സ് ഒരു ഹെഡിങ് നമ്മൾ കൊടുക്കുകയാണ്, മെയില് ഫീമെയില്. അപ്പൊ മെയിൽ ഇത്ര ഉണ്ടായിരുന്നു, അപ്പൊ നമ്മുടെ പോപ്പുലേഷന്റെ 80% മെയിലാണ്, 20% ഫീമെയിൽ. അങ്ങനെ ഒരു ഗ്രാഫ് ഒക്കെ ഒരു ടേബിൾ ഒക്കെ ഫോർമാറ്റിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ പിന്നീട് അത് നമ്മൾ ഒബ്ജക്റ്റീവുമായിട്ട് ലിങ്ക് ചെയ്യണം. നമ്മൾ ഒബ്ജക്റ്റീവ് എഴുതിയിട്ടുണ്ട്, ആ ഒബ്ജക്റ്റീവിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പൊ അത് നമ്മൾ ലിങ്ക് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്. പലപ്പോഴും നമ്മൾ പല ഫൈൻഡിങ്സും എഴുതും, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഒബ്ജക്റ്റീവ് എന്താണോ, നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻ എന്താണോ, അതിനൊക്കെ ആൻസർ തരുന്ന അതിന്റെ ഒരു ഫൈൻഡിങ്സ് ആയിരിക്കണം നമ്മൾ ഈ ഡാറ്റ പ്രസന്റേഷൻ്റെ അനാലിസിസ് നമ്മൾ മേജറായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. കണക്ഷൻ ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിന് ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊണ്ടുവരണം. ഒബ്ജക്റ്റീവും റിസർച്ച് ക്വസ്റ്റ്യൻ ഒക്കെ ഉത്തരം ഇതിൽ ഉണ്ടാവണം. അടുത്തത് സമ്മറിയും കൺക്ലൂഷനും. സമ്മറിയും കൺക്ലൂഷനിൽ എന്താ വരുന്നത്? സമ്മറിയും കൺക്ലൂഷനിൽ ഒരു ബ്രീഫ് സമ്മറി ഓഫ് ദ സ്റ്റഡി, നമ്മുടെ കീ ഹൈലൈറ്റ്സ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഫൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളെ കീ ഹൈലൈറ്റ്സ് എന്തൊക്കെയാ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, സമ്മറിയിൽ ബ്രീഫ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും റെലവൻസ്, സജഷൻ, നമുക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ആക്ഷൻസ് ആവശ്യമാണെങ്കിൽ, എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ സമ്മറി ആൻഡ് കൺക്ലൂഷനിൽ
നമുക്ക് കൊടുക്കാവുന്നതാണ്. ഗവൺമെന്റിനൊക്കെ പോളിസി മേക്കേഴ്സിനുള്ള ഒരു സജഷൻ, ഇപ്പൊ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് ഒരു പഠനമൊക്കെ നമ്മൾ നടത്തുവാണെങ്കിൽ നമ്മൾ ഒബ്സർവേഷനിൽ നമ്മൾ ഫീൽഡിൽ പോയപ്പോൾ നമ്മൾ അനുഭവത്തിനുണ്ടായത് അല്ലെങ്കിൽ നമ്മളെടുത്ത് നമ്മളുടെ ഈ റെസ്പോണ്ടൻസ് പറഞ്ഞത് വെച്ചിട്ടുള്ള സജഷൻസ് ഒക്കെ ചിലപ്പോൾ മേ ബി നമുക്കുണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് സമ്മറി ആൻഡ് കൺക്ലൂഷനിൽ ആഡ് ചെയ്യാം. മൂന്നാമത്തെ സെക്ഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സപ്ലിമെന്ററി സെക്ഷൻ. എന്താണ് സപ്ലിമെന്ററി സെക്ഷൻ? സപ്ലിമെന്ററി സെക്ഷനിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ കൊടുക്കാം. ഒന്ന് ബിബ്ലിയോഗ്രഫിയിൽ എല്ലാ ബുക്സും നമ്മളെ പഠനത്തിന് ആവശ്യമായി നമ്മൾ ഉപയോഗിച്ച എല്ലാ ബുക്സ്, ആർട്ടിക്കിൾസ്, മറ്റ് റിസോഴ്സസ് നമ്മൾ ഇതിൽ എന്ത് യൂസ് ചെയ്തു അതൊക്കെ നമ്മൾ ബിബ്ലിയോഗ്രഫിയിൽ ഓഥറിന്റെ പേര്, ബുക്കിന്റെ പേര്, ഇയർ ഓഫ് പബ്ലിക്കേഷൻ, ആരാണോ പബ്ലിക്കേഷൻ ചെയ്തിട്ടുള്ളത്, ചില സ്പെസിഫിക് കേസസിൽ നമുക്ക് പേജ് നമ്പർ കൊടുക്കേണ്ട സിറ്റുവേഷൻ വരും, ആ സമയത്ത് പേജ് നമ്പർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു സംഭവമാണ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അപ്പൻഡിക്സ് നമ്മൾ ഇന്റർവ്യൂവിന് ഉപയോഗിച്ച ഇന്റർവ്യൂ ഷെഡ്യൂള്, ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ക്വസ്റ്റനെയർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, മാപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമ്മളൊരു ട്രൈബൽ ഏരിയാസിൽ ഒരു പഠനം നടത്തുവാണ്, മേ ബി അവരുടെ എന്തെങ്കിലും കൾച്ചറൽ ഫെസ്റ്റിവലിന്റെ ഒരു ഫോട്ടോ നമുക്ക് അവൈലബിൾ ആയി, അപ്പൊ നമുക്കത് അവരുടെ പെർമിഷനോട് കൂടി അവർ യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് മേ ബി നമ്മളുടെ റിപ്പോർട്ടിൽ അപ്പൻഡിക്സിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, മെയിൻ ടെക്സ്റ്റിനെക്കാളും ലെങ്ത് അപ്പൻഡിക്സിനും ബിബ്ലിയോഗ്രഫിക്കൊന്നും കൂടാൻ വേണ്ടി പാടില്ല. ഇപ്പൊ നമ്മള് അസൈൻമെന്റ്സിലൊക്കെ കാണാറുണ്ട് അല്ലെ, അസൈൻമെന്റ് പേജ് വളരെ ഷോർട്ട് ആയിരിക്കും, പക്ഷെ ബിബ്ലിയോഗ്രഫി 2 പേജ് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയല്ല, നമുക്ക് മെയിൻ ടെക്സ്റ്റ് ആണ് നമ്മളെ മേജർ ഇമ്പോർട്ടന്റ് പോർഷൻ. അത് കഴിഞ്ഞ് അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പൻഡിക്സ് കൊടുക്കുന്നതെന്ന് മറന്നു പോകരുത്. ഇത്രയാണ് ഒരു റിപ്പോർട്ടിന്റെ എന്ത് വരുന്നത്, കോമ്പണൻസ് വരുന്നത്. ഇത് ക്ലിയർ ആണോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന 3 പോർഷനും അതിന്റെ ഇൻക്ലൂഡഡ് ആവേണ്ട കാര്യം ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോർഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് ഗ്രാഫിക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സ്റ്റഡീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കുറച്ച് 1-2 കോൺസെപ്റ്റുകൾ പോലുള്ള കാര്യം കൂടിയേ ഇതിലുള്ളൂ. അപ്പൊ എത്തനോഗ്രാഫിക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സ്റ്റഡീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എത്തനോഗ്രാഫിക് സ്റ്റഡി എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ജനങ്ങളെ ഒബ്സർവ് ചെയ്യാനാണ്. അതായത് ഏത് സ്ഥലത്ത് വെച്ച് നമ്മൾ ജനങ്ങളെ ഒബ്സർവ് ചെയ്യുന്നത്, അവരുടേതായ സ്ഥലത്ത്, അവരുടെ ചുറ്റുപാടിൽ, അവരുടെ നാച്ചുറൽ സെറ്റിങ്ങിൽ നമ്മൾ ഒരു കമ്മ്യൂണിറ്റീനെയോ വ്യക്തികളെയോ ഒബ്സർവ് ചെയ്യുന്നതിനാണ് നമ്മൾ എത്തനോഗ്രാഫിക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സ്റ്റഡീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സോഷ്യോളജിയിൽ മേജർലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എത്തനോഗ്രാഫിക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സ്റ്റഡി. പ്രത്യേകിച്ച് ആന്ത്രപ്പോളജിയിലൊക്കെയാണ് കൂടുതൽ, സോഷ്യോളജിയിൽ നമ്മൾ ഓഫൺലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. കൾച്ചറൽ ഒരു സംസ്കാരത്തെ കുറിച്ച് പഠിക്കാൻ, സാമൂഹിക പാറ്റേണിനെ കുറിച്ച് പഠിക്കാനൊക്കെ നമ്മൾ നോക്കുവാണ്, നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് എത്തനോഗ്രാഫിക് അഥവാ കമ്മ്യൂണിറ്റി സ്റ്റഡീസ്. നമ്മളതിൽ പേഴ്സണൽ ഇന്റർവ്യൂസ് യൂസ് ചെയ്യും, ഫീൽഡ് നോട്ട്സ് ഉപയോഗിക്കും, ഫോട്ടോസ്, ഒബ്സർവേഷൻ ഒക്കെ ഉപയോഗിക്കും. നമ്മൾ ആ കമ്മ്യൂണിറ്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യും, അവരുടെ സെറ്റിങ്സിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യും, പാർട്ടിസിപ്പൻസിനെ കുറിച്ച് നമ്മളെ റിപ്പോർട്ടിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും. നമ്മളെ തീസിസ് അവരുടെ മുന്നിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം, സെൻട്രൽ ഐഡിയാസ്. അപ്പോൾ ഇവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മളെ ഫൈൻഡിങ്സ്. അടുത്ത തിങ്കിങ് കപ്പാസിറ്റി. അപ്പൊ നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവണം, നമുക്ക് ക്രിറ്റിക്കൽ തിങ്കിങ്, നമ്മൾ വിമർശനാത്മകമായിട്ടുള്ള ഒരു ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ വിമർശനാത്മകമായി ചിന്തിക്കാനുള്ള ഒരു സ്കില്ല് ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു ഡാറ്റ ഗ്യാദർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ റെലവെന്റ് ആയിട്ടുള്ള, ഓർഗനൈസിങ് ആയിട്ടുള്ള രീതിയിൽ റെലവെന്റ് ഡാറ്റ കിട്ടാനുള്ള ഒരു സ്കില്ല് നമുക്ക് ഉണ്ടാവണം. അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനുള്ള സ്കില്ല് ഉണ്ടാവണം. ജഡ്ജ്മെന്റ് ഉണ്ടാക്കണം. നമ്മൾ ഈ ഫൈൻഡിങ്സ് നമ്മളാണ് ജഡ്ജ്മെന്റ് ഉണ്ടാക്കുന്നത് അല്ലെ, അതിൽ നിന്ന് നമ്മൾ കൺക്ലൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം. ഡിഫറെന്റ് ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. പ്രയോർ നോളജ് ഉപയോഗിച്ച് പുതിയ പുതിയ കാഴ്ചപ്പാട്, ഐഡിയാസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പൊ നല്ലൊരു ഫീൽഡ് വർക്കർക്ക് എന്തുണ്ടാവണം, നല്ല തിങ്കിങ് കപ്പാസിറ്റി ഉണ്ടാവണം. അപ്പൊ നമുക്ക് ആ ഒരു നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യണം, അല്ലാതെ നമുക്ക് അതിനുള്ള ആൻസർ കിട്ടില്ല. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഉണ്ടാവണം. നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത്. അടുത്തത് കൊളാബറേഷൻ സ്കിൽ ഉണ്ടാവണം. എന്താണ് ഈ കൊളാബറേഷൻ സ്കില്ല്? ഫീൽഡ് വർക്ക് അധിക ടൈമും ഒരു ടീം വർക്ക് ആയിരിക്കും.
നമ്മളുടെ ഫാക്കൽറ്റി, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരു ഗൈഡ് ഉണ്ടാവും അല്ലെ, ഗൈഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിന്റെ ഒരു ഗൈഡൻസിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഫ്രണ്ട്സ് ഉണ്ടാവും, പിയേഴ്സ് ഉണ്ടാവും, പിന്നെ ആ കമ്മ്യൂണിറ്റിയിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ നമ്മൾ ഡാറ്റയ്ക്ക് പോകുന്നുണ്ടാവും, ആ ഒരു ഏരിയയിലുള്ള കുറച്ച് ആൾക്കാരുമായിട്ടൊക്കെ നമുക്ക് ബന്ധമുണ്ട്. അപ്പൊ ഇവരൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം, നമുക്കൊരു കൊളാബറേഷൻ സ്കില്ല് ഉണ്ടാവണം. ടാസ്ക് ഷെയർ ചെയ്യാനും ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരായിരിക്കും, അതിനെ നമ്മൾ അംഗീകരിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള, ബഹുമാനപൂർവ്വമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. ഒരു കോമൺ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായിരിക്കണം. ഒരു കൊളാബറേഷൻ സ്കില്ല് നമ്മൾക്ക് ഉണ്ടാവണം. അടുത്തത് വരുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഇപ്പൊ റിപ്പോർട്ട് റൈറ്റിംഗ് നമ്മൾ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? റിട്ടണും വെർബൽ കമ്മ്യൂണിക്കേഷനും ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ ഇതിന് എന്തൊക്കെ പഠിക്കുന്നു? ഐഡിയാസ് വളരെ ക്ലിയർലി പ്രസന്റ് ചെയ്യാൻ പഠിക്കുന്നു. വിഷ്വൽ ടൂൾസ്, ചാർട്ട്, ഗ്രാഫ് ഒക്കെ ഉപയോഗിക്കാൻ പഠിക്കുന്നുണ്ട്. കീ പോയിന്റ് സമ്മറൈസ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. വ്യത്യസ്തമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഓഡിയൻസിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പഠിക്കുന്നു അല്ലെ. ഫ്രണ്ട്സ് ഉണ്ടാവും ഒരു ഭാഗത്ത്, ഫാക്കൽറ്റി ഉണ്ടാവും, പിയർ ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ ആ നമ്മൾ പോകുന്ന കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുണ്ട്, ഇവരൊക്കെ എൻഗേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതിലൂടെയും നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മൾ റിഫ്ലക്ഷൻ ഇടയ്ക്കിടയ്ക്ക് ഒരു റിഫ്ലക്റ്റിംഗ് പെർസ്പെക്റ്റീവ് നമ്മൾ ഫോളോ ചെയ്ത് ഒരു ടീം വർക്കിന്റെ കൂടിയാലും നല്ല രീതിയിൽ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വളരെ അർത്ഥവത്തായ, വളരെ ഇൻഫോർമേറ്റീവായ ഫീൽഡ് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളൊരു അക്കാഡമിക് പേർപ്പസിന് എന്നതിനപ്പുറത്തേക്ക് അതിന് ബെനിഫിറ്റ് ആണ്. അതേപോലെ തന്നെ നമ്മളുടെ ഒരു പ്രൊഫഷണൽ സ്കില്ലും റിസർച്ച് സ്കില്ലും സോഷ്യോളജി ഫീൽഡിൽ ആവശ്യമാണ്. അത് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫീൽഡ് വർക്ക് റിപ്പോർട്ട് റൈറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റില്, ഈ ഒരു ബ്ലോക്കില് നോക്കാനുള്ളത്. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെയാണ്. മാം ഇന്നലെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ വല്ലതും കിട്ടിയായിരുന്നോ? ഞാനത് ഷെയർ ചെയ്യാം. വിസിബിൾ ആണോ നിങ്ങൾക്ക്? ഇല്ല അല്ലേ? ഒരു മിനിറ്റ്, 1 മിനിറ്റ്. വളരെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന പോയിന്റ്സും ക്വസ്റ്റ്യൻസും മാത്രമേ ഇതൊന്ന് ചോദിച്ചിട്ടുള്ളൂ. ഇപ്പൊ ലാസ്റ്റ് ഇയർ നിങ്ങൾ തൊട്ട് സീനിയർ ബാച്ചിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നിങ്ങൾ നോക്കി നോക്കൂ. നമ്മൾ ഫോക്കൽ സാമ്പിളിംഗ് എന്തായിരുന്നു നമ്മൾ ഇന്നിപ്പം പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഫോക്കൽ സാമ്പിളിംഗ് ഒരു ഫോക്കസ് വെച്ചിട്ട് ഒരു വ്യക്തിയെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് വരുന്ന സാമ്പിളിംഗ് അല്ലെ. സെൻസസ് എത്ര വർഷത്തിനുള്ളിലാണ് നടക്കുന്നത്, ബിബ്ലിയോഗ്രഫി എന്താ, ഫീൽഡ് 10 എന്താ, വർഷം. 10 വർഷം. പിന്നെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റില് ഫസ്റ്റ് ബ്ലോക്കിൽ കണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു. ഫീൽഡ് എന്താണ്, അതുപോലെ തന്നെ ആൻഡമാൻ ഐലൻഡേഴ്സ് ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ആന്ത്രപ്പോളജി ആരുടെ ബുക്കാണ്. ഫാദർ ഓഫ് ഫീൽഡ് വർക്ക് ആരായിരുന്നു? ശ്രീനിവാസ്. മലിനോസ്കി, ബ്രൗണിസ്ലോ മലിനോസ്കി. മറ്റേ സോഷ്യൽ ആന്ത്രോപോളജിയുടെ ആരുടെ ബുക്കാണ് അത്? എം എൻ ശ്രീനിവാസനൊന്നല്ല. അയ്യോ, എം എൻ ശ്രീനിവാസന്റെ ബുക്കാണോ? അല്ല. ആരുടെ അതാണ്? അത് പഠിച്ചിട്ടുള്ളതല്ലേ? ഡർക്കിൻ.
ഡർക്കീം ഒന്നും നമ്മൾ കുറച്ചൊരു ലോജിക്കലി അപ്ലൈ ചെയ്യണം ഇത് നോക്കുമ്പോൾ. നമ്മൾ ഫീൽഡ് സ്റ്റഡിയിലാണ് പഠിക്കുന്നത്. ഇതുപോലുള്ള ഫീൽഡ് സ്റ്റഡിക്ക് ഫേമസ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്, ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡിക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. ഒന്ന് ബ്രോണിസ്ലോ മലിനോസ്കി, നമ്മൾ പറഞ്ഞു അല്ലെ, ഫാദർ ഓഫ് ഫീൽഡ് വർക്ക് എന്നുള്ളത്. ആൻഡമാൻ ഐലൻഡേഴ്സ് എ സ്റ്റഡി ഓഫ് സോഷ്യൽ ആന്ത്രപ്പോളജി എന്നുള്ളത് റാഡ്ക്ലിഫ് ബ്രൗണിന്റെ ബുക്കാണ്. റാഡ്ക്ലിഫ് ബ്രൗണിന്റെ ബുക്കാണത്. ഒന്നും കൂടി പറഞ്ഞേ മാം, ആരുടെയാണ്? റാഡ്ക്ലിഫ് ബ്രൗണിന്റെ. അത് പുസ്തകത്തിലുള്ളതാണോ? പുസ്തകത്തിലുള്ളതാണോ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും. പുസ്തകത്തിലുണ്ടോ എന്നുള്ളത് എനിക്കിപ്പോ പെട്ടെന്ന് ഓർമ്മയില്ല. എന്തായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയില്ല. എന്താണ്? അല്ല, പേര് എനിക്ക് കേട്ടിട്ടേ അങ്ങോട്ട് മനസ്സിലായില്ല, അതാ ഞാൻ ചോദിച്ചത്. ഇതുവരെ കേട്ടിട്ടില്ല ആ പേര്? ഇല്ല, ബ്രൗൺ കേട്ടിട്ടുണ്ട്, അതിന്റെ മുൻപ് ഉള്ള വാക്കുകൾ മനസ്സിലായില്ല. റാഡ്ക്ലിഫ്, റാഡ്ക്ലിഫ്, RADCLIFF. റാഡിക്ലിഫ് ബ്രൗൺ അല്ലേ? പിന്നെ അടുത്ത ഇപ്പം മൽനോസ്കിന്റെ ബുക്കാണ് അരഗ്നോട്ട്സ് ഓഫ് വെസ്റ്റേൺ പസഫിക്. അതിന്റെ ഇയർ 1922 ഇപ്പൊ ഇയർ ഒക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്താലും പ്രശ്നം വരുന്നില്ല. പിന്നെ ഫീൽഡ് വർക്കിൽ ആരാണ്, ഹു ഇസ് കൺസിഡർഡ് ആസ് എ പയനിയർ ഓഫ് ഫീൽഡ് വർക്ക് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ആരായിരുന്നു ഫീൽഡ് വർക്കിന്റെ പയനിയർ? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, MS ശ്രീനിവാസൻ. MS ശ്രീനിവാസൻ. പിന്നെ ക്വാളിറ്റേറ്റീവ് ഫീൽഡ് വർക്ക് എന്താ? സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ്, SNA, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഫീൽഡ് വർക്ക്, ഡയറക്റ്റ് ലോബിങ്, നമ്മൾ ഫീൽഡ് വർക്ക് പോകുമ്പോൾ ആരെങ്കിലും ഹെൽപ്പിന് വേണ്ടി ഡയറക്റ്റ് ലോബിങ് നടത്തും. പിന്നെ സോഷ്യൽ ഡെവലപ്മെന്റ് സമയത്ത് നമ്മൾ പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനലിറ്റിക്കൽ ഇൻഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രിട്ടിക്കൽ എത്തനോഗ്രഫി നമ്മൾ ഇപ്പൊ പറഞ്ഞു. പിന്നെ ഫീൽഡ് വർക്ക് ഡിഫൈൻ ചെയ്യുക, ഗ്രൗണ്ടഡ് തിയറി അനലിറ്റിക്കൽ ഇൻഡക്ഷന്റെ ഡിഫറൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ്, ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ എടുക്കട്ടെ. കേസ് സ്റ്റഡി മെത്തേഡ് എന്താണ്? റെസ്പോൺസ് റേറ്റ്, ഫീൽഡ് വർക്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ ഒരു വേർഡ് വായിച്ചു നോക്കിയാൽ റെസ്പോൺസ് റേറ്റ് നമുക്ക് എത്രത്തോളം പ്രതികരണം കിട്ടുന്നു, ആ റേറ്റിനെയാണ് നമ്മൾ റെസ്പോൺസ് റേറ്റ് എന്ന് പറയുന്നത്. ഫീൽഡ് വർക്കിൽ എല്ലാവരും നമ്മളിപ്പം ക്വസ്റ്റ്യനെയർ കൊടുത്താൽ റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറാവണമെന്നില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ റെസ്പോണ്ട് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ എത്തിക്കൽ സെൻസിറ്റിവിറ്റി, നമ്മൾ എത്രത്തോളം എത്തിക്കലായിട്ട് കാണണം. റാപ്പോ ബിൽഡിങ്ങിന്റെ ആവശ്യകത എന്താ, റിഫ്ലക്സിവിറ്റി എന്താ, നല്ല ഒരു ഒബ്സർവറിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാ. അപ്പൊ നമ്മൾ ഇതൊക്കെ ജനറലി കേട്ടിരിക്കുന്ന ഒരു ഐഡിയയിൽ നിന്ന് നമുക്ക് കുറെയൊക്കെ എഴുതാൻ വേണ്ടി പറ്റും. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലോബിങ് എന്താ, സ്കാൻ സാമ്പിളിങ് നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. സാൻസ്ക്രിറ്റൈസേഷൻ MN ശ്രീനിവാസന്റെ കോൺസെപ്റ്റ് നമ്മൾ മുന്നേ ഒക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പ്രാവശ്യവും നമ്മൾ ഫീൽഡ് വർക്കിലും MN ശ്രീനിവാസൻ ആ ഒരു ടൈം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻഫർമേഷണൽ റിപ്പോർട്ടും അനലിറ്റിക്കൽ റിപ്പോർട്ടും നമ്മൾ കണ്ടു. ജോക്കിംഗ് റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ ഈ തിയററ്റിക്കൽ കോൺസെപ്റ്റ് മൽനോസ്കിന്റെയും ബ്രൗണിന്റെയും ഒക്കെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റന്റേനിയസ് ഒബ്സർവേഷനും സ്കാൻ സാമ്പിളിങ്, ബുക്ക് വ്യൂ, ഫീൽഡ് വ്യൂ. ബുക്ക് വ്യൂ എന്ന് വെച്ചാൽ നമ്മൾ ബുക്കിലൂടെ നോക്കിയിട്ട് ഇന്ത്യൻ സമൂഹത്തെ കാണുന്നത്. ഫീൽഡ് വ്യൂ എന്ന് വെച്ചാൽ നമ്മൾ ഫീൽഡിലൂടെ നോക്കിയിട്ട് പഠിക്കുന്നത്, സമൂഹത്തെ കുറിച്ച് പഠിക്കുന്നത്. ഫീൽഡ് അഡ്മിനിസ്ട്രേഷന്റെ കോമ്പണൻസ് എന്താ, ഫീൽഡ് വർക്ക് നമുക്ക് എന്തൊക്കെ ഒരു റിസർച്ചറിന് ടേക്ക് അവേസ് എന്തൊക്കെയാണ്, ക്വാളിറ്റി ഓഫ് ഇന്റർവ്യൂ എന്തൊക്കെയായിരിക്കും, നല്ല ക്വാളിറ്റീസ്, കോമ്പണൻസ് ഓഫ് ഫീൽഡ് എന്തൊക്കെയാണ്, എസെൻഷ്യൽ കോമ്പണൻസ് ഓഫ് ഫീൽഡ് വർക്ക്, ഒബ്സർവേഷന്റെ റോൾ എന്താ, ഫോക്കസ് ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിനെ വിളിച്ച് ആ ഗ്രൂപ്പിൽ ഇന്റർവ്യൂ, ഒരു പെർട്ടിക്കുലർ നമ്മൾ ഗ്രൂപ്പ് സ്റ്റഡീസിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്, ഫോക്കസ് ഗ്രൂപ്പ് ഇന്റർവ്യൂ. ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, വളരെ ചെറുതായിട്ടായിരിക്കും നമുക്ക് അത് അവൈലബിൾ ആയിട്ടുണ്ടാവും. പക്ഷെ നോക്കിയേ, അത് നമ്മൾ
നമുക്കത് എക്സ്പാൻഡ് ചെയ്ത് മനസ്സിലാക്കി എഴുതാനുള്ള ഒരു ഇത് കാലിബർ വേണം. ചില ക്വസ്റ്റ്യൻസ് ഇപ്പൊ നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടാവും. പക്ഷെ നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഫോക്കസ് ഗ്രൂപ്പ് ഇന്റർവ്യൂ നമുക്ക് ഒറ്റ ചെറിയൊരു സ്ഥലത്താണ് നമുക്ക് മെൻഷൻ വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് എന്താ അത് ആ ഒരു ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്താ ഗ്രൂപ്പ് ഇന്റർവ്യൂ നമ്മൾ പഠിക്കുന്നുണ്ട്, ഗ്രൂപ്പ് സ്റ്റഡി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഗ്രൂപ്പ് സ്റ്റഡിയാണ് ഫോക്കസ് ഗ്രൂപ്പ് ഇന്റർവ്യൂ നമ്മൾ ചെയ്യുന്നത്. സോറി, ഫോക്കസ് ഗ്രൂപ്പ് ഇന്റർവ്യൂ ആണ് നമ്മൾ എന്തിൽ ചെയ്യുന്നത്, ഗ്രൂപ്പ് സ്റ്റഡിയിലൊക്കെ മെജർ ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇത് എഴുതാൻ വേണ്ടി പറ്റും. ഫീൽഡ് സ്റ്റഡിയിൽ എന്തൊക്കെ ബെറ്റർ ആക്സസിനെ അഡോപ്റ്റ് ചെയ്യണം, ഒബ്സർവേഷൻ ടെക്നിക്ക്, റെക്കോർഡിംഗ് ഒബ്സർവേഷനിൽ എന്തൊക്കെ മേജർ മെത്തേഡ്സ് ആണുള്ളത്, തിക്ക് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഐഡിയ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിൻ ഡിസ്ക്രിപ്ഷൻ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിക്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു തിക്ക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് മെൻഷൻ അതിൽ വരുന്നില്ല. പക്ഷെ തിൻ ഡിസ്ക്രിപ്ഷന്റെ ഓപ്പോസിറ്റ് ആണ് തിക്ക് ഡിസ്ക്രിപ്ഷൻ. ക്ലിഫോർഡ് ഗ്രീറ്റ്സിന്റെ പേരൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്തനോഗ്രഫി മൊത്തമായിട്ടൊന്ന് ഓവർവ്യൂ എഴുതുക. ഇലക്ട്രോണിക് മീഡിയ എത്രത്തോളം ഫീൽഡ് ഒബ്സർവേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും 3 സോഫ്റ്റ്വെയർ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിന് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ, സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ ക്വാളിറ്റേറ്റീവ് ഇതിൽ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ എനിക്ക് തോന്നുന്നു ഇതിന് തൊട്ട് മുന്നത്തെ ഇൻഫോർമാറ്റിക്സ് ഇൻ അക്കാഡമിക്സ് പഠിച്ച ആൾക്കാരല്ലേ? പഠിച്ചിട്ടില്ലേ ഇൻഫോർമാറ്റിക്സ് ഇൻ അക്കാഡമിക്സ് പേപ്പർ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇൻഫോർമാറ്റിക്സ് ഇൻ അക്കാഡമിക്സിൽ നമ്മൾ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യനെയർ എന്താ, ഒരു സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും ക്വസ്റ്റ്യനെയറിന്റെ പ്രത്യേകത എന്ത്? സ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എസ് ഓർ നോ കറക്റ്റ് അവർക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് ആൻസർ ചെയ്യാനുള്ള ഒരു ഇത് കൂടുതൽ. അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി അവർക്ക് ലിബറൽ ഫ്രീ ആയിട്ടുള്ള സ്ട്രക്ചർ ഇല്ലാതെ എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. അപ്പൊ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലും നല്ല ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന, അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് ഇതില് ഉള്ളത്. ഓക്കെ ആണോ? ഫീൽഡ് വർക്ക് സ്കിൽസ് ആൻഡ് ടെക്നിക്സ്. ഓക്കെ. വേറെ ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇനി പഠിപ്പിച്ച ഭാഗങ്ങളൊക്കെ മനസ്സിലായി. ഇനി പഠിച്ചാ മതി പരീക്ഷ. ഓക്കെ. എക്സാം ഡേറ്റ് വന്നോ നിങ്ങളെ? വന്നു. 11 ജൂലൈ 11, 12, പിന്നെ 18, 19, പിന്നെ 25 ആണെന്ന് തോന്നുന്നു.